11 വോൾട്ട് അല്ലേ ഉണ്ടാവുള്ളൂ അല്ലെ? നമ്മള് ഇപ്പൊ നോക്കുക, നമ്മൾ കൊടുത്ത 12 വോൾട്ടും ഈ ഉണ്ടായ 1 വോൾട്ടും ഒരേ ദിശയിലാണെങ്കിൽ 12 1 13 കിട്ടും. പക്ഷെ ഒരേ ദിശയിലല്ല, നമ്മൾ കൊടുത്തതിന്റെ എതിരാണ് 1 വോൾട്ട്. അപ്പൊ നമ്മൾ കൊടുത്ത 12 ഈ 1 കുറയും. എത്ര വോൾട്ട് അനുഭവപ്പെടുള്ളൂ? 11 വോൾട്ടേ അനുഭവപ്പെടുള്ളൂ. അപ്പൊ നിങ്ങള് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു മേശ നിങ്ങളെ റൂമിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് അങ്ങോട്ട് തള്ളി നീക്കാം. അല്ലെങ്കിൽ ഒരു ബെഞ്ച് നിങ്ങൾ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് നീക്കാൻ വേണ്ടി ഒരു ബെഞ്ച് നിങ്ങൾ ഉന്തിക്കൊണ്ടുപോവാ. ആ ബെഞ്ചിന്റെ അറ്റത്ത് നിന്ന് മറ്റൊരാൾ ഇങ്ങോട്ട് ഉന്തിയാൽ, നിങ്ങൾ അങ്ങോട്ട് ഉന്തുമ്പോൾ മറ്റൊരാൾ ഇങ്ങോട്ട് ഉന്തിയാൽ നിങ്ങൾ കൊടുക്കുന്ന ബലം കൂടുകയാണോ കുറയാണോ ചെയ്യാം? കുറയും. അതേപോലെയാണ് ഇവിടെ നമ്മൾ ഒരു ഭാഗത്തേക്ക് 12 വോൾട്ട് കൊടുക്കുമ്പോൾ അതിന്റെ മറുഭാഗത്തേക്ക് 1 വോൾട്ട് ഇങ്ങോട്ട് വന്നാൽ നമ്മൾ കൊടുത്ത 12 കൂടുകയാണോ കുറയാണോ ചെയ്യാം? കുറയും. അപ്പൊ ഫലത്തിൽ അവിടെ എത്ര വോൾട്ട് അനുഭവപ്പെടുള്ളൂ? 11 വോൾട്ട്. അപ്പോ AC സർക്യൂട്ടില് ബാക്ക് EMF ഉണ്ടായാൽ ആ സർക്യൂട്ടിന്റെ വോൾട്ടതയിൽ എന്ത് മാറ്റം ഉണ്ടാകും? വോൾട്ടത കുറയും. അപ്പോ ഇതിൽ ഘടിപ്പിച്ച ബൾബിന്റെ പ്രകാശം, നമ്മളൊരു ബൾബിന്റെ പ്രകാശം വെച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ AC സർക്യൂട്ടിൽ സോളിനോയിഡ് വെച്ചാൽ ആ സർക്യൂട്ടിലെ ബൾബിന്റെ പ്രകാശം കുറവായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട സംഭവങ്ങൾ കുറെ ഉണ്ട്. 2 ചിത്രം അല്ലെങ്കിൽ 2 or 3 ചിത്രം നിങ്ങൾക്ക് തരും. അത് AC ഉള്ള ചിത്രം ഉണ്ടാവും, DC ഉള്ള ചിത്രം ഉണ്ടാവും. രണ്ടിലും ഒരേ വോൾട്ടേജ് ആയിരിക്കും ചോദ്യത്തിൽ ഉണ്ടാവുക, ഒരേപോലത്തെ ബൾബാണ് ഉണ്ടാവുക. എന്നിട്ട് രണ്ടിലും സോളിനോയിഡ് ഉണ്ടാവും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കാണ്, ഇതിൽ ഏത് ബൾബിലാണ് കൂടുതൽ പ്രകാശം ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഏതിലാണ് കുറവ് പ്രകാശം പറയേണ്ടത്? AC. അപ്പൊ എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിക്കും. എന്താണ് അതിൽ എന്തുണ്ടായി? ബാക്ക് EMF ഉണ്ടായി. എന്താ ബാക്ക് EMF എന്ന് പറയുന്നത്? ഒരു സർക്യൂട്ടില് നമ്മൾ പ്രയോഗിച്ച EMF-ന്റെ അല്ലെങ്കിൽ വോൾട്ടേജിന്റെ എതിർ ദിശയിൽ ആ സോളിനോയിഡ് ഉണ്ടാക്കുന്ന EMF-നാണ് എന്ത് പറയാ? ബാക്ക് EMF എന്ന് പറയാം. അപ്പൊ ബാക്ക് EMF അനുഭവപ്പെട്ടാൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? സർക്യൂട്ടിലെ വോൾട്ടേജ് കുറയുക എന്നുള്ളത്. അപ്പോ ഇത് ശ്രദ്ധിക്കാതെ ഏത് സർക്യൂട്ടിൽ മാത്രമേ നടക്കുള്ളൂ? AC സർക്യൂട്ടിൽ മാത്രമേ ഈ ഒരു പ്രവർത്തനം നടക്കുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു സർക്യൂട്ടിൽ ഇങ്ങനെ സോളിനോയിഡ് വെച്ചാൽ അതിൽ ബാക്ക് EMF ഉണ്ടാകും. അങ്ങനെ ബാക്ക് EMF ഉണ്ടായാൽ വോൾട്ടേജ് കുറയും എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു പ്രവർത്തനത്തിന് പറയുന്ന പേര് സെൽഫ് ഇൻഡക്ഷൻ എന്നാണ് പറയുക. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയും. നമ്മൾ 2 കോയിൽ വെച്ച് ഒരു ട്രാൻസ്ഫോമറിന്റെ ഉള്ളില് വോൾട്ടേജ് കൂട്ടാനോ അല്ലെങ്കിൽ കുറക്കാനോ ചെയ്ത രീതിക്ക് എന്താ പേര് പറഞ്ഞിരുന്നത്? 2 ചുരുൾ വെച്ച് പ്രൈമറിയും സെക്കൻഡറിയും വെച്ചിട്ട് ട്രാൻസ്ഫോമറിൽ വോൾട്ടേജ് കൂട്ടലോ കുറക്കലോ രണ്ടും നടത്താം. അതിന് പറഞ്ഞിരുന്ന പേരെന്തായിരുന്നു? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നായിരുന്നു. മറന്നുപോയോ? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നായിരുന്നു. എന്നാൽ ഇവിടെ 2 ചുരുളുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കാര്യത്തിൽ 2 ചുരുളുണ്ടോ? ഇല്ല. ഒരു ചുരുൾ. ഒരു സർക്യൂട്ടിൽ ഒരു ചുരുള് മാത്രം വെച്ചാൽ അനുഭവപ്പെടുന്നത് എന്തായിരിക്കും? വോൾട്ടേജ് കൂടുകയാണോ കുറയാണോ? കുറയും. എന്താ അതിന്റെ കാരണം പറഞ്ഞു? അതിൽ എന്തുണ്ടാകുന്നു? ബാക്ക് EMF ഉണ്ടാകുന്നു. അങ്ങനെ ബാക്ക് EMF അനുഭവപ്പെട്ട് അല്ലെങ്കിൽ ബാക്ക് EMF ഉണ്ടായി ഒരു സർക്യൂട്ടിലെ വോൾട്ടേജ് കുറയുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയും. മറ്റത് മ്യൂച്വൽ ഇൻഡക്ഷൻ, ഇത് സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടായാൽ എന്താ അനുഭവപ്പെടുക? സർക്യൂട്ടിലെ വോൾട്ടേജ് കുറയും. അപ്പൊ എന്താ സെൽഫ് ഇൻഡക്ഷൻ എന്ന് ചോദിച്ചാൽ ഇത്ര പറഞ്ഞാൽ മതി. എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് ചോദിച്ചാൽ ഇത്ര പറഞ്ഞാൽ മതി. ഒരു സർക്യൂട്ടിൽ ബാക്ക് EMF ഉണ്ടാകുന്ന പ്രവർത്തനമാണ് സെൽഫ് ഇൻഡക്ഷൻ. അത്ര പറഞ്ഞാൽ മതി. ഒരു സർക്യൂട്ടിൽ ബാക്ക് EMF ഉണ്ടാകുന്ന പ്രവർത്തനമാണ് സെൽഫ് ഇൻഡക്ഷൻ. എന്താ ബാക്ക് EMF? നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിന്റെ എതിർ ദിശയിൽ ആ സോളിനോയിഡ് ഉണ്ടാക്കുന്ന EMF ആണ് എന്ത്? ബാക്ക് EMF. അപ്പൊ സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടായാൽ വോൾട്ടേജ് കുറയും എന്ന് മനസ്സിലാക്കാം. സെൽഫ് ഇൻഡക്ഷൻ എന്താ? സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ്
എന്ന് മാത്രം പറഞ്ഞാൽ എന്താ? സെൽഫ് അല്ലെ? നമ്മൾ സ്വയം ഒറ്റക്ക് അല്ലെ? സെൽഫിഷ് അങ്ങനെയൊക്കെ പറയുമല്ലോ നമ്മള്. ആ പദത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റേ മ്യൂച്വൽ ഇൻഡക്ഷൻ ആയിരുന്നു. മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരസ്പരം അല്ലെ? പരസ്പരം. അതൊരു നല്ല സ്വഭാവമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക എന്ന് പറഞ്ഞത്. സെൽഫ് എന്ന് പറയുന്നത് അത്ര നല്ല സ്വഭാവമാണോ? ആണോ? അല്ല എന്നല്ലേ നമ്മൾ പറയാം. ഇപ്പൊ ഇതിന് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പേര് പറയാൻ കാരണം എന്താ അറിയോ? ഇപ്പോ വൈദ്യുതി കടത്തി വിട്ടത് ഈ സോളിനോയിഡാണ്. കാന്തമായത് ആരാണ്? അതേ സോളിനോയിഡാണ് അല്ലെ? കാന്തിക മണ്ഡലത്തിന്റെ ദിശ മാറിയത് എവിടെയാണ്? ഇതേ സോളിനോയിഡിലാണ്. കാന്തിക ബലരേഖകളെ കട്ട് ചെയ്തത് ആരാണ്? ഈ സോളിനോയിഡാണ്. എന്നിട്ട് ഒരു ബാക്ക് EMF ഉണ്ടാക്കിയത് ആരാണ്? ഈ സോളിനോയിഡാണ്. എന്നിട്ട് വോൾട്ടേജ് കുറച്ചത് ആരാ? അതും ഈ സോളിനോയിഡാണ്. എല്ലാം ഒറ്റയ്ക്ക് നടക്കുന്നതിനല്ലേ സെൽഫ് എന്ന് പറയാ അല്ലെ? വേറെ ആരെയും കൂട്ടാതെ ഒക്കെ ഒറ്റയ്ക്ക് നടത്തണമെന്നല്ലേ നമ്മൾ സെൽഫ് എന്ന് പറയാം. അതേ ആ സോളിനോയിഡ് ആ ഒരു സ്വഭാവമാണ് ഇവിടെ കാണിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മിക്കവാറും എക്സാമിന് ചോദ്യം വരുന്ന ഒരു മോഡൽ ഞാൻ ഇവിടെ കാണിച്ചത്. ഈ 12, 4 സംഖ്യയൊക്കെ എപ്പോഴും മാറട്ടോ. ഞാനൊരു ഉദാഹരണത്തിന് ഒരു സംഖ്യ എടുക്കുന്നേ ഉള്ളൂ. അതന്നെ ആവുമെന്ന് വിചാരിക്കരുത്. അതായത് ഈ 3 ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. മുകളിൽ ഞാൻ വരച്ച ഒന്നാമത്തെ ചിത്രം, ബ്ലാക്ക് നിറത്തിൽ വരച്ച ചിത്രത്തില് സോളിനോയിഡ് ഉണ്ട്, 4 വാട്ട് ബൾബുണ്ട്, 12 വോൾട്ടിന്റെ ബാറ്ററി ഉണ്ട്. നടുവിൽ ഞാൻ വരച്ച മഞ്ഞ നിറത്തിൽ വരച്ചത് 4 വാട്ട് ബൾബുണ്ട്, 12 വോൾട്ട് AC ഉണ്ട്, സോളിനോയിഡ് ഉണ്ട്. മൂന്നാമത്തെ ചിത്രത്തിൽ 4 വാട്ട് ബൾബുണ്ട്, 12 വോൾട്ട് AC ഉണ്ട്, സോളിനോയിഡ് ഉണ്ട്. ഈ സോളിനോയിഡിന്റെ ഉള്ളില് 2 വരയും കൂടി വരച്ചാൽ, ശ്രദ്ധിച്ചോ നിങ്ങൾ? അവസാനത്തെ ചിത്രത്തിൽ സോളിനോയിഡിന്റെ ഉള്ളിൽ 2 വരയും കൂടി വരച്ചിട്ടുണ്ട്. അങ്ങനെ വരച്ചാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? അതിന്റെ ഉള്ളിൽ ഇരുമ്പ് കഷ്ണം കൂടി വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ. വെറുതെ ഒരു സോളിനോയിഡ് മാത്രമല്ല, അതിന്റെ ഉള്ളിൽ എന്തും കൂടി വെച്ചിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇരുമ്പ് കഷ്ണം കൂടി വെച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പൊ ഇരുമ്പ് കഷ്ണം വെച്ചാലുള്ള മാറ്റം എന്താ? പച്ചിരുമ്പ് വെച്ചെന്നതിന്റെ അർത്ഥം. അപ്പൊ ഈ ഇരുമ്പ് കഷ്ണം വെച്ചാലുള്ള മാറ്റം എന്താ അറിയോ? ഈ കാന്തത്തിന്റെ ശക്തി ഒന്നും കൂടെ കൂടും. ഒരു ഇരുമ്പില്ലാത്ത ഒരു സോളിനോയിഡും ഇരുമ്പ് വെച്ച ഒരു സോളിനോയിഡും ഏതിനാണ് കൂടുതൽ ശക്തി ഉണ്ടാവുക? ഇരുമ്പ് വെച്ച സോളിനോയിഡ്. അപ്പോ ഇരുമ്പ് വെച്ച സോളിനോയിഡ് ആകുമ്പോ അതിന്റെ കാന്തിക ശക്തി കൂടും. അതിനനുസരിച്ച് എന്തും കൂടും? ബാക്ക് EMF കൂടും കേട്ടോ. അതായത് സാധാ സോളിനോയിഡിനുള്ളതിനേക്കാൾ ബാക്ക് EMF ഏതിനുണ്ടാകും? ഇരുമ്പ് കഷ്ണം വെച്ച സോളിനോയിഡിന് ഉണ്ടാകും. അത് മനസ്സിലാക്കുക. അപ്പോ ഇങ്ങനെ 3 ചിത്രം തന്നിട്ട് നിങ്ങളോട് പറയാണ്, ചോദ്യം ഇതാണ്, ഇതിലെ ഏറ്റവും കൂടുതൽ പ്രകാശം ഉണ്ടാകുന്നത് ഏത് സർക്യൂട്ടിലായിരിക്കും? ഏറ്റവും കുറവ് പ്രകാശം ഉണ്ടാകുന്നത് ഏത് സർക്യൂട്ടിലായിരിക്കും? നിങ്ങൾ പറയും. ഒന്നാമത്തേന് A എന്ന് പറഞ്ഞോളി, രണ്ടാമത്തേന് B എന്ന് പറഞ്ഞോളി, മൂന്നാമത്തേന് C എന്ന് പറഞ്ഞോളി. ഇതിൽ ഏറ്റവും അധികം പ്രകാശം ഉണ്ടാവും. എല്ലാത്തിനും നമ്മൾ കൊടുത്തത് ഒരേ വോൾട്ടാണ്, എല്ലാ ബൾബും ഒരേ പവറാണ്. നിങ്ങളോട് ചോദ്യം, ഏത് ബൾബിലാണ് കൂടുതൽ പ്രകാശം ഉണ്ടാവുക? പറഞ്ഞോളി. ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രകാശം ഉണ്ടാവുക എയിലാണ്. ഏറ്റവും കുറവ് പ്രകാശം ഉണ്ടാവുക സിയിലുമാണ്. അപ്പൊ അതിന്റെ കാരണം എന്താ അറിയാലോ? എയില് സോളിനോയിഡ് ഉണ്ടെങ്കിലും DC ആയതുകൊണ്ട് അതിൽ എന്തില്ല? സെൽഫ് ഇൻഡക്ഷൻ ഇല്ല. അതുകൊണ്ട് ആ കൊടുത്ത 12 വോൾട്ട് മുഴുവനായും ആർക്ക് കിട്ടും? ബൾബിന് കിട്ടും. അപ്പൊ ബൾബ് ഏറ്റവും കൂടുതൽ പ്രകാശത്തോടെ പ്രവർത്തിക്കും. രണ്ടാമത്തേക്ക് വരുമ്പോ അതില് AC ആണ്, സോളിനോയിഡ് ഉണ്ട്. അതുകൊണ്ട് എന്തുണ്ടാകും?
സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാകും. അപ്പൊ ഈ കൊടുത്ത 12 വോൾട്ട് മുഴുവനും ബൾബിന് കിട്ടുമോ? ഇല്ല. അപ്പൊ ബൾബിന്റെ പ്രകാശം കുറച്ച് കുറയും. മൂന്നാമത്തേക്ക് വരുമ്പോഴോ അതില് സോളിനോയിഡ് മാത്രല്ല, അതിൽ എന്തും കൂടി ഉണ്ട്, ഒരു ഇരുമ്പ് കഷ്ണം, പച്ചിരുമ്പും കൂടി ഉണ്ട്. അപ്പം ബാക്ക് EMF രണ്ടാമത്തേനേക്കാളും ബാക്ക് EMF ഉണ്ടാകും ഏതില്? മൂന്നാമത്തേല്. അപ്പോ രണ്ടാമത്തേന് കിട്ടിയ അത്ര വോൾട്ട് ഏതിന് കിട്ടൂല? മൂന്നാമത്തെ ബൾബിന് കിട്ടൂല. അതിനായിരിക്കും ഏറ്റവും കുറച്ച് പ്രകാശം ഉണ്ടാവുക. ഇങ്ങനെ ചിത്രങ്ങൾ തന്നിട്ട് താരതമ്യമാണ് ഇവിടുന്ന് ചോദിക്കുക, ഒരു ചോദ്യം. പിന്നെ അതിന്റെ ഉപചോദ്യം ഉണ്ടാവും, എന്താണ് ഈ പ്രകാശ തീവ്രതയിലെ വ്യത്യാസത്തിന്റെ കാരണം? കാരണം നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഒന്നാമത്തേല് സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവില്ല, രണ്ടാമത്തേല് സെൽഫ് ഇൻഡക്ഷൻ ഉണ്ട്, മൂന്നാമത്തേല് സെൽഫ് ഇൻഡക്ഷൻ കൂടുതലായിരിക്കും. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് എന്ത്? അതും ചോദിക്കും. എന്താണ് ഈ പ്രതിഭാസത്തിന്റെ പേര്? സെൽഫ് ഇൻഡക്ഷൻ. എന്താണ് സെൽഫ് ഇൻഡക്ഷൻ? ഒരു സർക്യൂട്ടില് ബാക്ക് EMF പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണ് സെൽഫ്. യെസ്, പറയും. ബാക്ക് EMF ഇല്ലാന്ന് പറഞ്ഞ പോരെ, സെൽഫ് ഇൻഡക്ഷൻ ഇല്ലാതെ മതി. രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെയാണ് കേട്ടോ. ആ പ്രതിഭാസത്തിന്റെ പേര് ചോദിച്ചാൽ എന്ത് പറയണം? സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയും. മറ്റത് ബാക്ക് EMF ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞാലും മതി, കുഴപ്പമില്ല. അപ്പൊ നോട്ട്ബുക്ക് എടുത്തിട്ട് സൈഡ് ഹെഡിങ് ചെയ്താൽ സെൽഫ് ഇൻഡക്ഷൻ, സെൽഫ് ഇൻഡക്ഷൻ എന്നൊരു സൈഡ് ഹെഡിങ്. സെൽഫ് ഇൻഡക്ഷൻ എന്നൊരു സൈഡ് ഹെഡിങ് ആയിട്ട് എഴുതിക്കോളി. ഒരു സോളിനോയിഡിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോഴുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ വ്യതിയാനം, ഒരു സോളിനോയിഡിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോഴുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ വ്യതിയാനം അതേ സോളിനോയിഡിൽ വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്ന ദിശയിൽ ഒരു EMF ഉണ്ടാക്കുന്നു. അതേ സോളിനോയിഡിൽ വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്ന ദിശയിൽ ഒരു EMF ഉണ്ടാക്കുന്നു. ഈ EMF-നെ ബാക്ക് EMF എന്ന് പറയുന്നു. ഈ EMF-നെ ബാക്ക് EMF എന്ന് പറയുന്നു. യെസ്. വൈദ്യുത പ്രവാഹത്തെ എന്താ പറഞ്ഞത്? എഴുതിയ ഫസ്റ്റ് മുതൽ പറയും, അപ്പൊ എനിക്കൊരു ഫ്ലോ കിട്ടുള്ളൂ. ഈ എഴുതിയ ഫസ്റ്റ് മുതൽ വായിക്ക്. ഒരു സോളിനോയിഡിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉണ്ടാവുന്ന കാന്തിക മണ്ഡലത്തിന്റെ വ്യതിയാനം അതേ സോളിനോയിഡിൽ വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്ന ദിശയിൽ ഒരു EMF ഉണ്ടാക്കും. എതിർക്കുന്ന ദിശയിൽ ഒരു EMF ഉണ്ടാക്കുന്നു. ഈ EMF ബാക്ക് EMF എന്നറിയപ്പെടുന്നു. ആരാ എന്തോന്ന് ചോദിച്ചത് അതിനിടക്ക്?
ഏത് പോയിന്റ്? ഫസ്റ്റ് തൊട്ട്. എവിടെ തൊട്ട്? എന്താ ഈ കേൾക്കാതെ? എന്ത് ഇത് ഫുള്ള് കിട്ടിയിട്ടില്ല? ആദ്യം മുതൽ ഒന്നും എഴുതിയിട്ടില്ലേ അമലെ? ആ കുറച്ച് എഴുതിക്കണേ. വൈദ്യുതി അതന്നെ എഴുതിയ വായിക്ക് നല്ല സോളിനോയിഡിൽ വൈദ്യുതി ഒരു സോളിനോയിഡിൽ വൈദ്യുതി അവരെ എഴുതിക്കണേ. ബാക്കി എന്താ എഴുതാഞ്ഞേ? അപ്പൊ ഒരു ഫോൺ കോൾ വന്ന് അടുത്ത് അല്ലേ? കോൾ എടുത്തിട്ടില്ല, കട്ടാക്കി. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലക്സ് വ്യതിയാനം, ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ വ്യതിയാനം, കാന്തിക മണ്ഡലത്തിന്റെ വ്യതിയാനം അതേ സോളിനോയിഡിൽ വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്ന ദിശയിൽ, ഒരു EMF ഉണ്ടാക്കുന്നു. ഈ EMF-നെ ബാക്ക് EMF എന്ന് പറയുന്നു. ഈ EMF-നെ ബാക്ക് EMF എന്ന് പറയുന്നു. എഴുതിയോ അമലെ? ഇനി എഴുതിക്കൊള്ളട്ടെ എല്ലാരും. അതിന്റെ തുടർച്ചയായിട്ട് എഴുതുക. ഒരു സർക്യൂട്ടിൽ ബാക്ക് EMF അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് ഒരു സർക്യൂട്ടിൽ ബാക്ക് EMF പ്രേരണം ചെയ്യപ്പെടുന്ന, അങ്ങനെ നല്ലത്. ഒരു സർക്യൂട്ടിൽ ബാക്ക് EMF പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. ഒരു സർക്യൂട്ടിൽ ബാക്ക് EMF പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. ഒരു സർക്യൂട്ടിൽ ബാക്ക് EMF പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. സർക്യൂട്ടിൽ ബാക്ക് EMF പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാകുന്നത് AC-യിൽ മാത്രമാണ്. സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാകുന്നത് AC-യിൽ മാത്രമാണ്. സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാകുന്നത് AC-യിൽ മാത്രമാണ്. AC-യിൽ മാത്രമാണ്. സെൽഫ് ഇൻഡക്ഷൻ ഉപയോഗപ്പെടുത്തി ഒരു സർക്യൂട്ടിലെ വോൾട്ടത, സെൽഫ് ഇൻഡക്ഷൻ ഉപയോഗപ്പെടുത്തി ഒരു സർക്യൂട്ടിലെ വോൾട്ടത കുറക്കുന്നതിന് ഒരു സർക്യൂട്ടിലെ എന്താ പറഞ്ഞ ഷമിലി എന്താ ചോദിച്ചേ? സെൽഫ് ഇൻഡക്ഷൻ ഉപയോഗപ്പെടുത്തി സെൽഫ് ഇൻഡക്ഷൻ ഉപയോഗപ്പെടുത്തി എത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി ഞാൻ പറയാൻ നിൽക്കുന്നേ ഉള്ളൂ. സെൽഫ് ഇൻഡക്ഷൻ ഉപയോഗപ്പെടുത്തി ഒരു സർക്യൂട്ടിലെ വോൾട്ടത കുറക്കുന്നതിന്, ഒരു സർക്യൂട്ടിലെ വോൾട്ടത കുറക്കുന്നതിന് ഉപയോഗിക്കുന്ന കമ്പിച്ചുരുളാണ് ഇൻഡക്ടർ. ഒരു സെൽഫ് ഇൻഡക്ഷൻ ഉപയോഗപ്പെടുത്തി ഒരു സർക്യൂട്ടിലെ വോൾട്ടത കുറക്കുന്നതിന് ഉപയോഗിക്കുന്ന കമ്പിച്ചുരുളാണ് ഇൻഡക്ടറുകൾ അല്ലെങ്കിൽ ഇൻഡക്ടർ. ഹലോ സർ. പറയൂ. വോൾട്ടത കുറക്കുന്നതിന് ഉപയോഗിക്കുന്ന കമ്പിച്ചുരുളാണ് ഇൻഡക്ടറുകൾ.
കമ്പിച്ചുരുളാണ് ഇൻഡക്ടറുകൾ. കമ്പിച്ചുരുളാണ് ഇൻഡക്ടറുകൾ. എഴുതിയില്ല ആദിൽ ഷാ ഫുള്ള്? അപ്പൊ നിങ്ങൾ എഴുതിയല്ലോ, ലാസ്റ്റ് എഴുതിയല്ലോ. എന്താ ലാസ്റ്റ് എഴുതിയെന്ന് വായിച്ചാ ആദിൽ ഷാ? ലാസ്റ്റത്തെ വരി മാത്രം ഒന്ന് വായിച്ചാ, ലാസ്റ്റത്തെ ആ ഒരു സെന്റൻസ്. സെൽഫ് ഇൻഡക്ഷൻ ഉപയോഗപ്പെടുത്തി ഒരു സർക്യൂട്ടിലെ വോൾട്ടേജ് കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന കമ്പിച്ചുരുളാണ് ഇൻഡക്ടർ. അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റില് ഇപ്പൊ ഞാൻ സ്ക്രീനിൽ ഒരു സിമ്പൽ വരച്ച കണ്ടില്ലേ, അത് ബ്രാക്കറ്റ്, അതായത് ഇൻഡക്ടറിനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് ഇത്. ഇതാ ആ ഇൻഡക്ടറുകൾ എന്ന് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഈ ചിഹ്നം നിങ്ങൾ വരച്ചു വെക്കുക. ബ്രാക്കറ്റിൽ ഈ ചിഹ്നം വരച്ചു വെക്കുക. അതായത് ശ്രദ്ധിക്കട്ടോ, എഴുതാൻ അത്രയേ ഉള്ളൂ, ശ്രദ്ധിക്കാം. നമ്മളിപ്പോ ഒരു സർക്യൂട്ടിൽ, AC ഉള്ള ഒരു സർക്യൂട്ടിൽ വോൾട്ടേജ് കൂട്ടാനും കുറക്കാനും രണ്ടിനും പറ്റുന്ന ഉപകരണമാണ് എന്ത് 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 കൂട്ടാനും പറ്റും കുറക്കാനും പറ്റും. എന്ത്? സെൽഫ് ഇൻഡക്ഷനോ? അതപ്പൊ അത്രയും നേരം പറഞ്ഞ് ഒരു സർക്യൂട്ടില് ഇൻഡക്ടറോ? ട്രാൻസ്ഫോമർ കൂട്ടാനും കുറക്കാനും പറ്റുന്ന ഉപകരണം ഏതാണ്? ട്രാൻസ്ഫോമർ അല്ലേ? അല്ലേ? ആണ്. എന്നാൽ കുറക്കാൻ വേണ്ടി മാത്രം പറ്റുന്ന ഭാഗമാണ് എന്ത്? ഇൻഡക്ടർ. സെൽഫിന്റെ, അതായത് ഉപകരണത്തിന്റെ, അതിന്റെ തത്വത്തിന്റെ പേര് സെൽഫ് ഇൻഡക്ഷൻ, ഉപകരണത്തിന്റെ പേരെന്താണ്? ഇൻഡക്ടർ. ഇൻഡക്ടർ. ഒരു സർക്യൂട്ടിലെ, AC സർക്യൂട്ടിലെ ഇപ്പൊ ഒരു ചുരുള് കണ്ടില്ലേ നിങ്ങൾ, ഒരു ഇൻഡക്ടറിന്റെ ചിത്രമാണ് നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത്. ഇത് വെച്ചു കൊടുത്താൽ ആ സർക്യൂട്ടിലെ വോൾട്ടേജ് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? കുറയും. കുറയും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ട്യൂബ് ലൈറ്റ് കണ്ടിട്ടില്ലേ? ട്യൂബ്. ട്യൂബിന്റെ കൂടെ ചോക്ക് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടില്ലല്ലേ? ട്യൂബിന്റെ, ഇനി ശ്രദ്ധിച്ചു നോക്കണ്ടിട്ടോ, ട്യൂബിന്റെ ഒരു ഫ്രെയിം ഉണ്ടാവുമല്ലോ. ട്യൂബ് നമ്മള് ചുമരുമല് ഒരു നീളമുള്ള ഒരു ഫ്രെയിം വെക്കുമല്ലോ ട്യൂബ് കണക്ട് ചെയ്യാൻ. ആ ഫ്രെയിമിന്റെ നടുവിൽ എവിടെയെങ്കിലും ഒരു ബോക്സ്, ഒരു പെട്ടി പോലെ ഒരു സാധനം ഉണ്ടാവും. ശ്രദ്ധിച്ചു? അതിന് നമ്മുടെ നാട്ടിൽ പറയുന്ന പേര് ചോക്ക് എന്നാണ്. ആ ചോക്കിന് ഫിസിക്സിൽ പറഞ്ഞ പേരാണ് ഇൻഡക്ടർ എന്ന്. ചോക്ക് പറയുന്നത് ഇൻഡക്ടറിന്റെ മറ്റൊരു പേരാണ് കേട്ടോ, ചോക്ക്. അതായത് നമ്മൾ ട്യൂബിന്റെ കൂടെ ഈ ഇൻഡക്ടർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ ട്യൂബ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയാണോ ട്യൂബ് ഉപയോഗിക്കുന്നത് അവിടെ ട്യൂബിന്റെ കൂടെ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഇൻഡക്ടറിനെ. അത് ഇൻഡക്ടർ ഉപയോഗിക്കുന്നതിന് ഒരു ഉദാഹരണം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ട്യൂബിന്റെ കൂടെ ഇൻഡക്ടർ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ് അറിയോ? നമ്മൾ വീട്ടിൽ വരുന്ന വോൾട്ടേജ് എത്ര? മാക്സിമം 240. മാക്സിമം 240, ശരാശരി 230. 230ലാണ് നമ്മൾ സാധാരണ പറയാം. അതായത് നിങ്ങളുടെ വീട്ടിലെ ഫാൻ കറങ്ങുന്നത് എത്ര വോൾട്ട് ഉപയോഗിച്ചിട്ടാണ്? 230 വോൾട്ട് ഉപയോഗിച്ചിട്ടാണ്. നിങ്ങളുടെ വീട്ടിലെ മിക്സി വർക്ക് ചെയ്യുന്നത് എത്ര വോൾട്ടിലാണ്? 230ലാണ്. നിങ്ങളുടെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത് എത്ര വോൾട്ടിലാണ്? 230ലാണ്. നിങ്ങളുടെ വീട്ടിലെ ബൾബ് പ്രകാശിക്കുന്നത് എത്ര വോൾട്ടിലാണ്? 230ലാണ്. എന്നാൽ ട്യൂബിന് വേണ്ട വോൾട്ടേജ് എത്രയാണ്? ട്യൂബിന് വേണ്ട വോൾട്ടേജ് 110 വോൾട്ടാണ്. ട്യൂബിന് അത്ര മതി. നമ്മൾ ബാക്കി എല്ലാ ഉപകരണവും 230 വർക്ക് ചെയ്യുമ്പോൾ ട്യൂബിന് വേണ്ടത് 110 വോൾട്ടാണ്. അപ്പോ ട്യൂബിന് വേണ്ടി മാത്രം 110 കൊടുക്കണമെങ്കിൽ ട്യൂബിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് കുറക്കണ്ടേ? അതിനാണ് ട്യൂബിന്റെ കൂടെ എന്ത് വെച്ച്? ഇൻഡക്ടർ വെച്ച്. ആ ഇൻഡക്ടറിന് നമ്മുടെ നാട്ടിൽ പറയുന്ന പേരാണ് ചോക്ക് എന്ന് ഞാൻ പറഞ്ഞു. ഇനി ട്യൂബിൽ മാത്രമല്ല, റേഡിയോ, TV, കമ്പ്യൂട്ടർ, എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ഉള്ളിൽ എന്തുണ്ട്? ഇൻഡക്ടർ ആ വോൾട്ടേജ് കുറക്കാൻ വേണ്ടി ഇൻഡക്ടർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് പറഞ്ഞതെന്ന് അറിയോ? ചിലപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കും, ഇൻഡക്ടറുകൾ ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങൾക്ക് 2 ഉദാഹരണം എഴുതുക, അല്ലെങ്കിൽ 4 ഉദാഹരണം എഴുതുക എന്ന് പറഞ്ഞാൽ നമുക്ക് ട്യൂബ് എഴുതാ, TV എഴുതാ, കമ്പ്യൂട്ടർ എഴുതാ, റേഡിയോ എഴുതാ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പേര് എഴുതാം. അപ്പൊ ഇൻഡക്ടർ ചെയ്യുന്ന പണി എന്താണ്? വോൾട്ടേജ് കുറക്കും. എങ്ങനെ വോൾട്ടേജ് കുറക്കും? സെൽഫ് ഇൻഡക്ഷൻ വഴി വോൾട്ടേജ് കുറക്കും. ഓക്കെ. അപ്പൊ അത് പറയുമ്പോൾ അതിനോട് താരതമ്യം ചെയ്ത് പറയേണ്ട വേറൊരു ഉപകരണം. ഇപ്പൊ ഫാന്
ഫാനുകൾ സ്പീഡ് കുറക്കാനും കൂട്ടാനും ഒരു സാധനം വെച്ചിട്ടില്ലേ ഫാനിന്റെ കൂടെ നമ്മള് ഇല്ലേ? എന്താ അതിന് പറയാ? എന്താ പറയാ? അതിങ്ങനെ തിരിച്ചാല് സ്പീഡ് കുറക്കാം, വേറൊരു ഭാഗത്തേക്ക് തിരിച്ചാല് സ്പീഡ് കൂട്ടാം. റെഗുലേറ്റർ അല്ലെ? നമ്മൾ റെഗുലേറ്റർ എന്നാണ് പറയാ. അതൊരു ഫാനിന്റെ കൂടെ അല്ല, മിക്സിമൽ ഇല്ലേ അങ്ങനത്തെ ഒരു സാധനം ഇല്ലേ? ഉണ്ട്. ഇസ്തിരിപ്പെട്ടിമലില്ലേ? ഉണ്ട്. വാഷിംഗ് മെഷീൻമലില്ലേ? ഫ്രിഡ്ജിലില്ലേ? ഉണ്ട്. ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ഫാന് ഏറ്റവും ജനറൽ ആയി ഞാൻ പറഞ്ഞു. അതിന് നമ്മൾ പറയുന്ന പേരാണ് റെഗുലേറ്റർ. അതിന് ഇലക്ട്രിക്കൽ ഭാഷയിൽ ഫിസിക്സിലൊക്കെ നമ്മൾ പറയുന്ന പേരാണ് റിയോസ്റ്റാറ്റ് അല്ലെങ്കിൽ റെസിസ്റ്റർ എന്ന് പറയും. പ്രതിരോധകം. റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ മതി. അതിന്റെ വേറൊരു പേരാണ് റിയോസ്റ്റാറ്റ്, അതുപോലെ റെസിസ്റ്റർ. അങ്ങനെ പല പേരിലും അത് അറിയപ്പെടും. അതിന്റെ ഉപയോഗം എന്താ? ഈ റെഗുലേറ്ററിന്റെ ഉപയോഗം എന്താ? എന്താണ്? വോൾട്ടേജ് കുറക്കലല്ലേ? അതായത് വോൾട്ടേജ് കുറക്കലല്ലേ അല്ലേ? നമ്മൾ ഫാന്റെ സ്പീഡ് കുറക്കൽ എപ്പോഴാ? ഫാന്റെ സ്പീഡ് കുറക്കാറ് എന്താ? ഫാന്റെ സ്പീഡ് ശരിക്കും പറഞ്ഞാല് റെഗുലേറ്റർ ഉപയോഗിക്കുന്നത് ഫാന്റെ സ്പീഡ് കൂട്ടാനല്ലല്ലോ, കുറക്കാനല്ലേ? അല്ലേ? കുറക്കാനാണ് നമ്മൾ റെഗുലേറ്റർ ഉപയോഗിക്കുക. കൂട്ടാൻ പ്രത്യേകിച്ച് റെഗുലേറ്ററിന്റെ ആവശ്യമില്ല, നേരാണ് കൊടുത്താൽ ഫുൾ സ്പീഡിൽ കറങ്ങും. കുറക്കാനാണ് നമ്മൾ റെഗുലേറ്റർ ഉപയോഗിക്കുക. അപ്പൊ അവിടെ സംഭവിച്ചത് വോൾട്ടേജ് കുറക്കൽ തന്നെ അല്ലേ ഉണ്ടായത്? കറന്റും വോൾട്ടേജും കുറക്കലാണ് ഉണ്ടായത് അല്ലേ? ആണ്. അപ്പോ പിന്നെ അത് ചെയ്യുന്ന പണി തന്നെയാണ് ആരും ചെയ്യുന്നത്, ഇൻഡക്ടറും ചെയ്യുന്നത്. അപ്പൊ ഒരു താരതമ്യത്തിന്റെ സാധ്യത അവിടെ അല്ലേ? അപ്പൊ ഒരേ ആവശ്യത്തിന് നമ്മൾ രണ്ട് ഉപകരണം ഉപയോഗിക്കുന്നുണ്ട്, റെഗുലേറ്ററും വെക്കുന്നുണ്ട്, ഇൻഡക്ടറും വെക്കുന്നുണ്ട്. അപ്പൊ ഒന്നും കൂടി ബെറ്റർ ഏതാണ്, ഒന്നുകൂടി നല്ലത് ഏതാണ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു താരതമ്യം എന്ന രീതിയിൽ വരാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഫാനിലെ റെഗുലേറ്റർ ഉണ്ടല്ലോ, അതിന്റെ സൈഡിലൊന്ന് വരയ്ക്കും. ഈ റെഗുലേറ്ററിന്റെ ഉള്ളിൽ എന്താ ഉള്ള അറിയില്ല, നമ്മൾ ഈ തിരിച്ചണ സാധനല്ലേ, അതിന്റെ ഉള്ളിലുള്ളത് വളരെ പ്രതിരോധം കൂടിയ ഒരു കമ്പിയാണ്. പ്രതിരോധം കൂടിയ ഒരു കമ്പിയാണ്. ഒരു റബ്ബറിന്റെ പീസ് അതിനെ ചുറ്റിയിട്ടുണ്ടാവും. ഒരു റബ്ബർ പീസ് അതിനെ ചുറ്റിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഇതിന് ചുറ്റും ഒരു റബ്ബറിന്റെ ഒരു കഷ്ണം, ഒരു പീസ്. നമ്മള് ഈ ഫാനിന്റെ റെഗുലേറ്ററിനെ തിരിക്കുമല്ലോ, ആ തിരിക്കുമ്പോ ഈ റബ്ബർ പീസ് ഇതിനെ കൂടെ അങ്ങനെ നീങ്ങിപ്പോകും. നമ്മൾ തിരിക്കുന്നതനുസരിച്ച് റബ്ബർ പീസ് ഇങ്ങനെ ദൂരേക്ക് നീങ്ങിപ്പോകും. അപ്പൊ ഈ റബ്ബറിന്റെ കഷ്ണം ഈ തുടക്കത്തിലാന്ന് വിചാരിച്ചോളി. ഈ റിയോസ്റ്റാറ്റ് ഞാൻ വരച്ചില്ലേ, അതിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഈ റബ്ബർ പീസ് വിചാരിച്ചത്. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലാണെന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഫാനിലേക്ക് നമ്മൾ വൈദ്യുതി കൊടുക്കുന്ന രീതി, സ്വിച്ചിൽ നിന്ന് ഇപ്പൊ നമ്മളൊരു ബൾബിലേക്ക് വൈദ്യുതി കൊടുക്കുമ്പോൾ സ്വിച്ച് ഓൺ ആക്കിയാൽ നേരെ ബൾബിക്ക് അങ്ങോട്ട് പോവാണ് കറണ്ട്. എന്നാൽ ഫാനിൽ നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയാൽ ഈ റെഗുലേറ്ററിലേക്ക് പോയി റെഗുലേറ്ററിനാണ് എങ്ങോട്ട് പോവാ? ഫാനിലേക്ക് പോവാ. അപ്പൊ ഈ റബ്ബറിന്റെ കഷ്ണം ഈ തുടക്കത്തിലാന്ന് വിചാരിച്ചോളി. അപ്പൊ ഈ റബ്ബർ വെച്ചെന്തിനാണോ? റബ്ബർ വെച്ചാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് വൈദ്യുതി പോവില്ല. വൈദ്യുതിനെ തടയും ആര്? റബ്ബർ. അപ്പൊ ഇവിടെ അങ്ങോട്ട് വൈദ്യുതി പോവില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ റെഗുലേറ്ററിലേക്ക് വൈദ്യുതി എത്തിയാലും ആ വൈദ്യുതി റെഗുലേറ്ററിന്റെ തുടക്കത്തിൽ വെച്ച് തന്നെ എന്ത് തടഞ്ഞു? ഈ റബ്ബർ കഷ്ണം അതിനെ തടഞ്ഞു.
അപ്പൊ ആ കറണ്ട് നേരെ റെഗുലേറ്ററിൽ എത്തിയാലും ആ മുഴുവൻ കറണ്ടും റെഗുലേറ്ററിൽ എടുക്കൂല, നേരെ എങ്ങോട്ട് തന്നെ പോകും, ഫാനിക്ക് പോകും. അപ്പോ ഫാനിന് മുഴുവൻ കറണ്ടും കിട്ടണോണ്ട് ഫാനിന് എന്ത് ചെയ്യും, സ്പീഡ് മാക്സിമം സ്പീഡിൽ കറങ്ങും. മനസ്സിലായില്ലേ? മാക്സിമം സ്പീഡിൽ കറങ്ങും. നിങ്ങൾ ഈ റെഗുലേറ്റർ ഒന്ന് തിരിച്ചു കൊടുക്കും. അങ്ങനെ തിരിച്ചാൽ ഇപ്പൊ വ്യത്യാസം നോക്കുക. ആ തിരിച്ചാല് ഈ റബ്ബർ പീസ് കുറച്ചും കൂടി ദൂരേക്ക് നീങ്ങും, കുറച്ച് ദൂരേക്ക് നീങ്ങും. അപ്പൊ ഇതിലേക്ക് എത്തണ വൈദ്യുതി തുടക്കത്തിൽ വെച്ച് തന്നെ തടയോ? ഇല്ല. കുറച്ച് ഇതിൽ ഒഴുകിയതിന്റെ ശേഷമല്ലേ തടയുള്ളൂ. അപ്പൊ ഇതിന്റെ ഈ ചാലകം എന്താ, വളരെ പ്രതിരോധം കൂടിയ കമ്പിയ, നല്ല ഉയർന്ന പ്രതിരോധമുള്ള കമ്പിയ, ചെമ്പൊന്നും അല്ല, നല്ല ഹൈ റെസിസ്റ്റൻസ് ഉള്ള കമ്പിയ. അപ്പൊ കുറച്ച് വൈദ്യുതി ഇതിൽ ഒഴുകിയാൽ അത്രയും വൈദ്യുതി ഇതിന്റെ പ്രതിരോധം കൊണ്ട് എന്താവും എന്നറിയോ, താപമായി മാറും. പ്രതിരോധം കൂടിയ താപം ഉണ്ടാവൂലേ? അപ്പൊ കുറച്ച് വൈദ്യുതി ഇതിൽ ഒഴുകിയില്ലേ, അത്രയും വൈദ്യുതി ഇവിടെ വെച്ച് എന്തായി പോവും, താപായി പോവും. ആ വൈദ്യുതി, അപ്പൊ ആ താപായി വൈദ്യുതി ഫാനിന് കിട്ടുമോ? ഇല്ല. അപ്പൊ ഫാനിന് കിട്ടിയ കറണ്ട് കുറയും. അപ്പൊ ഫാന്റെ സ്പീഡ് കുറയും. നമ്മൾ അതിനെ റെഗുലേറ്ററിനെ ഒന്നും കൂടി തിരിച്ചു കുറച്ചും കൂടി ദൂരേക്കാക്കി. അപ്പൊ എന്താ ഉണ്ടാവുക, ഫാനിന്റെ സ്പീഡ് പിന്നെയും കുറയും. അപ്പോ ഇവിടെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇതിനെ തടയുള്ളൂ അല്ലെ? അപ്പൊ കുറച്ചും കൂടെ വൈദ്യുതി ഇതിൽ ഒഴുകുമ്പോ അത്രയും വൈദ്യുതി എന്തായി മാറും, താപായി മാറും. അത്രയും വൈദ്യുതി എന്തിന് കുറയും, ഫാനിന് കുറയും. അപ്പൊ ഫാനിന്റെ സ്പീഡ് കുറയും. അപ്പൊ മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ ഇത് നമ്മളിങ്ങനെ തിരിച്ചതിനനുസരിച്ച് എന്താ സംഭവിക്കുക, ഈ റബ്ബർ പീസ് ഇങ്ങനെ ദൂരേക്ക് വരും. ആ റബ്ബർ പീസ് ദൂരേക്ക് വരുന്നതിനനുസരിച്ച് വൈദ്യുതി ഇവിടെ എന്തായി മാറിക്കൊണ്ടേയിരിക്കും, താപമായി മാറിക്കൊണ്ടേയിരിക്കും. താപമായി മാറുന്നതിനനുസരിച്ച് അത്രയും വൈദ്യുതി ആർക്ക് കുറയും, ഫാനിന് കുറയും. അപ്പൊ ഫാനിന്റെ സ്പീഡ് കുറയും. അപ്പൊ നമ്മൾ എടുത്ത് അതിന്റെ ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയിട്ടാലോ, തിരിച്ചിട്ട് ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയിട്ടാലോ, കറണ്ട് മുഴുവനും ഇതിന്റെ ഉള്ളിൽ വെച്ച് എന്തായി പോവും, താപായി പോവും. അപ്പൊ ഫാനിന് കറണ്ടേ കിട്ടൂല. അപ്പൊ നമ്മളറിയില്ല, റെഗുലേറ്റർ 0-ലിടും. അറിയില്ല നിങ്ങൾക്ക്? ഫാനിന്റെ സ്വിച്ച് ഓൺ ആയിക്കാരം, പക്ഷെ നമ്മൾ റെഗുലേറ്റർ എന്തിലിടും, 0-ലിട്ടാ ഫാൻ കറങ്ങോ? ഇല്ല. അതെന്താ കറങ്ങാത്ത? അതൊക്കെ താപായി പോകും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫാൻ ഓഫ് ആക്കുന്നതിന് പകരം റെഗുലേറ്റർ ഓഫ് ആക്കിയിട്ടാലും കറണ്ട് ചെലവാകുന്നല്ലേ അതിന്റെ അർത്ഥം അല്ലേ? അപ്പൊ ഫാൻ ഓഫ് ആക്കണമെങ്കിൽ ഫാനിന്റെ സ്വിച്ച് തന്നെ ഓഫ് ആക്കണം, റെഗുലേറ്റർ ഓഫ് ആക്കിയാൽ പോരാ. മനസ്സിലായോ? അതായത് ഫാൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയം 2 ഉപകരണം, റെഗുലേറ്റർ ഒരു ഉപകരണം, ഫാൻ വേറൊരു ഉപകരണം. റെഗുലേറ്റർ ഉപയോഗിക്കുന്നത് കഴിച്ച് ബാക്കി ആർക്ക് കിട്ടുള്ളൂ, ഫാനിന് കിട്ടുള്ളൂ. അപ്പൊ ഫാനിന്റെ സ്പീഡ് കുറഞ്ഞു എന്ന് വിചാരിച്ച് ചെലവാകുന്ന കറണ്ടിന്റെ അളവ് കുറയോ? അപ്പോ ഇത്രയും പറഞ്ഞത് എന്തിനാണ് അറിയോ, റെഗുലേറ്റർ കറന്റ് കുറക്കും. എങ്ങനെ കുറക്കും? ഊർജ നഷ്ടത്തോടെ. ഈ സത്യത്തിൽ ഇത് താപമായി പോവാന്ന നഷ്ടല്ലേ, വെറുതെ കളയല്ലേ ആ ഊർജത്തിനെ നമ്മൾ, അല്ലേ? ആണ്. അപ്പോ റെസിസ്റ്റർ അല്ലെങ്കിൽ റെഗുലേറ്റർ കറന്റ് കുറക്കുന്നത് ഊർജ നഷ്ടത്തോടെയാണ്. എന്നാൽ നമ്മളെ ഇൻഡക്ടർ വോൾട്ടേജ് കുറച്ചത്, കറന്റ് കുറച്ചത് താപമാക്കി മാറ്റിയിട്ടാണോ? അല്ല, നേരിട്ട് വോൾട്ടേജ് കുറയാം അല്ലെ, ബാക്ക് EMF ഉണ്ടായിട്ട് വോൾട്ടേജ് കുറയാം. അപ്പോ ഒന്നുകൂടി നല്ലത്, ഈ ആവശ്യത്തിന് റെഗുലേറ്ററിനേക്കാളും നല്ലത് ഏതാ നമുക്ക് പറയാം? ഇൻഡക്ടർ. എന്താണ് ഇൻഡക്ടറിന്റെ മേന്മ? ഇൻഡക്ടർ ഊർജ നഷ്ടമില്ലാതെ പ്രവർത്തിക്കുന്നു.
റെസിസ്റ്റർ ഊർജ നഷ്ടത്തോടെ പ്രവർത്തിക്കുന്നു. പക്ഷെ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാല് പിന്നെ DC ഉള്ളടത്ത് ഇൻഡക്ടർ വെക്കാൻ പറ്റില്ല. DC ഉള്ളടത്ത് ഇൻഡക്ടർ വെക്കാൻ പറ്റൂല. എന്ത് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ? റെഗുലേറ്റർ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്ത് വേറെ ഉണ്ട്. നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ഇൻഡക്ടറിന്റെ ഗുണം എന്താണ്? അത് ഊർജ നഷ്ടം ഇല്ലാതെ പ്രവർത്തിക്കുന്നു. മറ്റത് ഊർജ നഷ്ടത്തോടെ പ്രവർത്തിക്കുന്നു എന്ന ഒരു വ്യത്യാസം. ഇത് ഏതുപോലെ അറിയോ? ഇപ്പോ നമ്മള് സ്കൂളിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിച്ചു. ക്ലാസ് പോയ സമയത്ത് വെള്ളം കുടിക്കാൻ ഒരു ടാപ്പ് തുറന്നിട്ട് ഒരു ഗ്ലാസ് അതിന്റെ താഴെ കാണിച്ച് ആ ഒരു ഗ്ലാസ് വെള്ളം നിറച്ച് ടാപ്പ് പൂട്ടി നിങ്ങൾ വെള്ളം കുടിക്കാം. എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചു? ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. എത്ര ഗ്ലാസ് വെള്ളം ചെലവായി? എത്ര ഗ്ലാസ് വെള്ളം ചെലവായി? ഒരു ഗ്ലാസ് വെള്ളം ചെലവായി അല്ലേ? അതായത് നിങ്ങൾ ഉപയോഗിച്ചത് ഒരു ഗ്ലാസ് വെള്ളം, അവിടെ ചെലവായതോ ഒരു ഗ്ലാസ് വെള്ളം തന്നെയാണ്. നേരെ മറിച്ച് നിങ്ങൾ ചിലപ്പോ ഉണ്ടല്ലോ ഗ്ലാസും പാത്രവും നമ്മളെ കയ്യിലുണ്ടാവില്ല. അതൊക്കെ ചെയ്യണാണ്. ടാപ്പാണ് തുറന്നിട്ട് കൈ വെച്ച് വെള്ളം കുടിക്കല്ലേ നമ്മൾ ചിലപ്പോ ഇല്ലേ? കൈ വെച്ചാണ്ട് കയ്യിലൂടെ ഇങ്ങനെ കുമ്പിളാക്കിയിട്ട് നമ്മൾ കുടിക്കും. അപ്പോ നിങ്ങൾ കുടിച്ചത് ഒരു ഗ്ലാസ് വെള്ളം തന്നെ ആയിക്കാരം. അപ്പൊ നിങ്ങൾ കുടിച്ചത് ഒരു ഗ്ലാസ് വെള്ളം തന്നെ ആയിക്കാരം. പക്ഷെ ചെലവായതോ കുറെ പോയിട്ടുണ്ടാവില്ലേ? വെള്ളം വെറുതെ കുറെ പോയിട്ടുണ്ടാവില്ലേ? അതുപോലെയാണ് എന്ത് റെഗുലേറ്റർ. ആ ഒരു വ്യത്യാസം. അതായത് ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കറണ്ടേ നമ്മൾ ചെലവാക്കിയിട്ടുള്ളൂ, അതേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കറണ്ടേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ, പക്ഷെ അത്രയല്ല ചെലവാകുക, അതിലേറെ എന്താകും? ചെലവാകും എന്നർത്ഥം. ഓക്കെ. അപ്പോ അതാണ് ഇൻഡക്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇൻഡക്ടർ നോട്ട് എന്താ എഴുതി. ഇനി അതിൽ ഒരു വരിയും കൂടി ചേർത്ത് കൊടുക്കുക. ആ നോട്ടിൽ ഒരു വരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇൻഡക്ടറുകൾ ഊർജ നഷ്ടമില്ലാതെ പ്രവർത്തിക്കുന്നു. ഇൻഡക്ടറുകൾ ഊർജ നഷ്ടമില്ലാതെ പ്രവർത്തിക്കുന്നു. ഇൻഡക്ടറുകൾ ഊർജ നഷ്ടമില്ലാതെ പ്രവർത്തിക്കുന്നു. റെസിസ്റ്ററുകൾ ഊർജ നഷ്ടത്തോടെ 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 പ്രവർത്തിക്കുന്നു. ഓക്കെ, ശരി. ഇനി നമുക്ക് പറയാനുള്ളത് വേറൊരു ഉപകരണത്തിനെ കുറിച്ച്. വൈദ്യുത കാന്തിക പ്രേരണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണമാണ് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത്. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ മൂവിംഗ് കോയിൽ, ലൗഡ് സ്പീക്കർ അല്ല, ചലിക്കും ചുരുൾ മൈക്രോഫോൺ. ചലിക്കും ചുരുൾ മൈക്രോഫോൺ അല്ലെങ്കിൽ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്ന് പറയും. ലൗഡ് സ്പീക്കർ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ. മൂവിംഗ് കോയിൽ മൈക്രോഫോൺ അല്ലെങ്കിൽ ചലിക്കും ചുരുൾ മൈക്രോഫോൺ എന്ന് പറയും. സ്ക്രീൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഉപകരണം. ഏതാണ്? മൈക്കല്ല, മൈക്കാന്നല്ല കേട്ടോ, മൈക്ക്. മൈക്കാറ സാധനം മാറി. മൈക്കാറ സാധനം ഏതാ? മൈക്ക എന്ന് പറഞ്ഞ സാധനം ഏതാ അറിയോ? അറിയില്ല. മൈക്ക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അബ്രം എന്നാ പറയാ. അബ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റേ ഒക്കെ എടുക്കുന്ന ഫിലിം കണ്ടില്ലേ? എക്സ്റേ എടുത്ത ഷീറ്റ് ഉണ്ടോ? എക്സ്റേ എടുത്ത ഷീറ്റ് ഉണ്ടോ?
അതെന്താ മുതല്? അത് മൈക്കയാണ്, മൈക്ക. അത് മൈക്ക ഷീറ്റ് എന്നാ പറയുന്നത്. മൈക്ക എന്ന സാധനം അതാട്ടോ. ഫിലിം, നമ്മൾ ഫിലിം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് മൈക്ക. മൈക്കാണ് ഇത്, മാറിപ്പോരുത്. മൈക്ക്. നിങ്ങളൊക്കെ സ്കൂളിൽ പോണ കുട്ടികളാകുമ്പോൾ ആ തെറ്റ് വരാൻ പാടില്ല. മൈക്ക് അല്ലെങ്കിൽ മൈക്രോഫോൺ എന്ന് പറയും. ചലിക്കും ചുരുൾ മൈക്രോഫോൺ എന്നാണ് ശരിക്കുള്ള പേര്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ലൗഡ് സ്പീക്കർ പറഞ്ഞ സ്ഥലത്ത് മൈക്കിന്റെ ഉപയോഗത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? എന്താണ് മൈക്കിന്റെ ഉപയോഗം? എന്താണ്? ശബ്ദോർജ്ജമാക്കി മാറ്റി. അതായത് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, ഒരു ശബ്ദത്തിനെ കൂടുതൽ ആളുകളെ കേൾപ്പിക്കണമെങ്കിൽ, കൂടുതൽ ഉച്ചത്തിലാക്കണമെങ്കിൽ ആംപ്ലിഫയർ ആണ് ചെയ്യാന്ന് പറഞ്ഞു. ഓർമ്മ ഉണ്ടാവും? ആംപ്ലിഫയർ ആണ് ചെയ്യാം. പക്ഷേ ആംപ്ലിഫയറിന് ശബ്ദത്തിന് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. ആംപ്ലിഫയറിന് അതിനെ എന്താക്കി മാറ്റി കൊടുക്കണം? എന്താക്കി മാറ്റി കൊടുക്കണം? വൈദ്യുത തരംഗമാക്കി മാറ്റി കൊടുക്കണം. വൈദ്യുത തരംഗമാക്കി മാറ്റി കൊടുക്കണം. അപ്പോ ശബ്ദത്തിനെ വൈദ്യുത തരംഗങ്ങളാക്കലാണ് ആരുടെ ജോലി? മൈക്കിന്റെ ജോലി കേട്ടോ. ശബ്ദ തരംഗങ്ങളെ വൈദ്യുത തരംഗാക്കുക, അല്ലെങ്കിൽ ശബ്ദോർജത്തിനെ വൈദ്യുതോർജമാക്കലാണ് ആരുടെ ജോലി? മൈക്കിന്റെ ജോലി. മൈക്കിന്റെ ജോലി. മൈക്കിന്റെ ജോലി. അപ്പൊ നമ്മളൊരു പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോൾ ആദ്യം മൈക്കിന്റെ മുന്നിൽ വെച്ചാണല്ലോ സംസാരിക്കുക. നിങ്ങൾ കണ്ടില്ലേ? ആദ്യം മൈക്കിലൂടെ അല്ലേ സംസാരിക്കുക? എന്തിനായി മൈക്കിലൂടെ സംസാരിക്കണം? വൈദ്യുത തരംഗത്തിനെ ശബ്ദ തരംഗാക്കി മാറ്റാൻ പറ്റും. അപ്പൊ ഇത് എങ്ങനെയാണ് ഒരു മൈക്ക് ചെയ്യാന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഒരു മൈക്കിന് പ്രധാനമായി 3 ഭാഗങ്ങളാണ്. ഇതിന്റെ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് സ്ക്രീനിൽ. അതിന്റെ ഭാഗങ്ങളാക്കി വരച്ചു. ഏറ്റവും മുന്നിലായിട്ട് നിൽക്കുന്ന ഭാഗം ഡയഫ്രം. പിന്നെ ഒരു കാന്തം, ഫീൽഡ് കാന്തം, ഒരു സ്ഥിരകാന്തം, പെർമനന്റ് മാഗ്നറ്റ്. ആ കാന്തിക ധ്രുവങ്ങൾക്കിടയിൽ ഒരു കോയിൽ ഉണ്ട്, ഒരു ചുരുൾ. അതിന് ചലിക്കും ചുരുൾ അല്ലെങ്കിൽ വോയിസ് കോയിൽ എന്നാണ് പറയാ. വോയിസ് കോയിൽ എന്ന് പറയും. ഇതാണ് മൈക്കിന്റെ 3 ഭാഗങ്ങൾ. ആദിൽഷാന്റെ മൈക്ക് ഓഫ് ചെയ്യുക. ആദിൽഷാ. ഒരു മൈക്രോഫോണിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് 3 പ്രധാനമായിട്ട് പറയാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ഡയഫ്രം, പിന്നെ കാന്തം, പിന്നെ വോയിസ് കോയിൽ. അതിൽ ഏറ്റവും മുന്നിൽ വരുന്ന ഭാഗം ഡയഫ്രം. ഡയഫ്രത്തിനെ ഈ വോയിസ് കോയിലിനോട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ വോയിസ് കോയിൽ എവിടെ നിൽക്കുന്നത്? സെൻട്രൽ. രണ്ട് കാന്തല്ല, ഒരു കാന്തം. നോർത്ത് സൗത്ത് ആണ് 2 കാന്താണോ? നോർത്ത് സൗത്ത് ആണ് ഒരു കാന്തല്ലേ? അതായത് ഒരു കാന്തിക മണ്ഡലത്തിൽ എന്ന് പറയാം, അല്ലെങ്കിൽ 2 കാന്തിക ധ്രുവങ്ങൾക്കിടയിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കാന്തിക മണ്ഡലത്തിൽ ആണ് എന്ത് നിൽക്കുന്നത്? ഈ കോയിൽ നിൽക്കുന്നത്. അപ്പൊ നമ്മള് മൈക്കിന്റെ മുന്നിൽ വെച്ച് സംസാരിക്കാം. അപ്പൊ നിങ്ങള് ഒരു പേപ്പർ, കട്ടി കുറഞ്ഞ ഒരു പേപ്പർ, ഈ ഡയഫ്രം എന്ന് പറയുന്ന സാധനം വളരെ സ്മൂത്ത് ആയിട്ടുള്ള കട്ടി കുറഞ്ഞ ഒരു പേപ്പർ ആട്ടോ. പേപ്പർ പോലത്തെ ഒരു സാധനമാണ് ഡയഫ്രം. വളരെ കട്ടി കുറവാണ്. നിങ്ങളിപ്പോ ഒരു പേപ്പർ നിങ്ങളെ വായന്റെ മുന്നിൽ വെച്ചിട്ട് എന്തെങ്കിലും വർത്താനം പറഞ്ഞു നോക്കി. ഇപ്പൊ പറയണമെന്നല്ല കേട്ടോ, പറഞ്ഞു നോക്കി. സൗണ്ട് ഈ പേപ്പറിൽ തട്ടുമ്പോ ഈ പേപ്പർ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യൂലേ? ചെയ്യും. അപ്പൊ നമ്മൾ ഈ മൈക്കിന്റെ മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോ ഉണ്ടാവും എന്താ അറിയോ? ഈ നമ്മളെ ശബ്ദം ആദ്യം പോയി തട്ടണ എവിടെയായിരിക്കും? ഈ ഡയഫ്രത്തിലായിരിക്കും. അപ്പൊ ഡയഫ്രം എന്ത് ചെയ്യും അറിയോ? ഡയഫ്രം കമ്പനം ചെയ്യും. ഈ ഡയഫ്രം കമ്പനം ചെയ്താൽ ഡയഫ്രത്തിനെ നമ്മൾ എന്തിനോട് ബന്ധിപ്പിച്ചിട്ടുണ്ട്? വോയിസ് കോയിലിനോട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഡയഫ്രം കമ്പനം ചെയ്താൽ ഈ വോയിസ് കോയിൽ കമ്പനം ചെയ്യും. ഡയഫ്രം കമ്പനം ചെയ്തത് കൊണ്ടാണ് ആര് കമ്പനം ചെയ്യുന്നത്? വോയിസ് കോയിൽ കമ്പനം ചെയ്യുന്നത്.
കമ്പനം ചെയ്യുന്നത്. ഓക്കെ. ഈ വോയിസ് കോയില് കമ്പനം ചെയ്യുന്നത് എവിടെയാണ്? ഒരു കാന്തിക മണ്ഡലത്തിലാണ് അല്ലേ? അല്ലേ? ആ. അപ്പൊ അത് കാന്തിക ബലരേഖകളെ കട്ട് ചെയ്യൂലേ? കട്ട് ചെയ്യും. അത് ഒരു ചാലകം കാന്തിക ബലരേഖനെ കട്ട് ചെയ്താൽ അതിൽ വൈദ്യുതി ഉണ്ടാവൂലേ? ഇപ്പൊ ഈ മൈക്കില് വൈദ്യുതി ഉണ്ടായില്ലേ? അപ്പൊ ആ വൈദ്യുതി ശരിക്കും എവിടെ നിന്നാ ഉണ്ടായത്? എപ്പോഴാ വൈദ്യുതി ഉണ്ടായത്? ഞാൻ ഒന്നുകൂടി പറയാം. എപ്പോഴാ വൈദ്യുതി ഉണ്ടായത്? ഈ കോയില് വൈദ്യുതി ഞാൻ പറയാം. ഈ കോയിലില് വൈദ്യുതി ഉണ്ടായത് അത് കാന്തിക ബലരേഖകളെ കട്ട് ചെയ്തപ്പോൾ. എപ്പോഴാണ് അത് കാന്തിക ബലരേഖനെ കട്ട് ചെയ്തത്? അത് കമ്പനം ചെയ്തപ്പോൾ. എപ്പോഴാണ് അത് കമ്പനം ചെയ്തത്? ഡയഫ്രം കമ്പനം ചെയ്തപ്പോൾ. ഡയഫ്രം എപ്പോഴാണ് കമ്പനം ചെയ്തത്? ശബ്ദം വന്നപ്പോഴാണ്. അല്ലേ? അപ്പൊ ശബ്ദം ഇവിടെ എന്തായി മാറി? വൈദ്യുതിയായി മാറി അല്ലെ? വൈദ്യുത തരംഗമായി മാറി. ഇങ്ങനെ ശബ്ദോർജത്തിനെ വൈദ്യുതോർജമാക്കി മാറ്റുക, അഥവാ ശബ്ദ സിഗ്നലുകളെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റലാണ് എന്തിന്റെ ജോലി? മൈക്രോഫോണിന്റെ ജോലി. അപ്പൊ മൈക്രോഫോൺ പ്രവർത്തിക്കുന്ന തത്വം എന്താ? വൈദ്യുത കാന്തിക പ്രേരണം. മൈക്രോഫോണിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാ? ഡയഫ്രം, കോയില്, കാന്തം. ഡയഫ്രം, കോയില്, കാന്തം. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു നോട്ട് നമ്മൾ ടെക്സ്റ്റിൽ തന്നെ ചെയ്യുക. തൽക്കാലം ടെക്സ്റ്റിൽ അതിനുള്ള സൗകര്യം ഉള്ളത് കൊണ്ട് നമ്മൾ നോട്ടിലേക്ക് പോണില്ല, ടെക്സ്റ്റിൽ തന്നെ ചെയ്യാം. പേജ് നമ്പർ 60 ചലിക്കും ചുരുൾ മൈക്രോഫോൺ എന്നൊരു ഭാഗം നോക്കാം. അതിൽ മൈക്കിന്റെ ചിത്രം ഞാൻ വരച്ച ചിത്രത്തിന്റെ അതേ രൂപമാവില്ല, ചെറിയ വ്യത്യാസം ചിലപ്പോൾ ചിത്രത്തിൽ ചിത്രത്തിന് കാണാം. 3 ഭാഗങ്ങളാണുള്ളത്: ഡയഫ്രം, കാന്തം, പിന്നെ വോയിസ് കോയിൽ. അപ്പൊ അതിന്റെ താഴെ ഇങ്ങനെ ചോദ്യമായിട്ട് കാണാം: ചലിക്കും ചുരുൾ മൈക്രോഫോണിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാം? അതിന്റെ ഉത്തരം എഴുതാൻ അവിടെ സ്ഥലമുണ്ട്. അവിടെ എഴുതാം. എന്തൊക്കെ എഴുതാം? എഴുതിക്കോളി. സ്ഥിരകാന്തം അവിടെ എഴുതിക്കോളി. ആ ടെക്സ്റ്റിൽ അവിടെ എഴുതി കൊടുക്കുക. സ്ഥിരകാന്തം, ഡയഫ്രം, വോയിസ് കോയിൽ. സ്ഥിരകാന്തം, ഡയഫ്രം, വോയിസ് കോയിൽ. സ്ഥിരകാന്തം, ഡയഫ്രം, വോയിസ് കോയിൽ. ഹെന്നാഷറിന്റെ മൈക്ക് ഓണാണ്, ഓഫ് ചെയ്യും. സ്ഥിരകാന്തം, ഡയഫ്രം, വോയിസ് കോയിൽ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, ഇതിൽ ചലിക്കുന്ന ഭാഗം ഏതാണ്? ഡയഫ്രം. വോയിസ് കോയിൽ അല്ല, ഡയഫ്രം. ആദ്യം ചലിക്കുക ഡയഫ്രം. ഡയഫ്രം ചലിച്ചിട്ടേ മറ്റേ ചലിക്കുള്ളൂ. ഇതിൽ ചലിക്കുന്ന ഭാഗം ഡയഫ്രം. ഇനി അടുത്ത ചോദ്യം, ചലനശേഷിയുള്ള ഡയഫ്രത്തിന് മുൻപിൽ ശബ്ദം പുറപ്പെടുവിച്ചാൽ ഡയഫ്രത്തിന് എന്ത് സംഭവിക്കും? ഡയഫ്രം കമ്പനം ചെയ്യും. ഡയഫ്രം കമ്പനം ചെയ്യും. യെസ്, ഡയഫ്രം കമ്പനം ചെയ്യും എന്ന് എഴുതാം. ഡയഫ്രം കമ്പനം ചെയ്യും. അപ്പോൾ വോയിസ് കോയിലിന് എന്ത് സംഭവിക്കും? വോയിസ് കോയിലും കമ്പനം ചെയ്യും. വോയിസ് കോയിലും കമ്പനം ചെയ്യും. വോയിസ് കോയിലും കമ്പനം ചെയ്യും. ഇതിന്റെ ഫലം എന്ത്? ഇതിന്റെ ഫലം എന്താ? ശബ്ദതരംഗം വൈദ്യുത തരംഗമായി മാറും. ശബ്ദതരംഗം വൈദ്യുത തരംഗമായി മാറും. ശബ്ദതരംഗം വൈദ്യുത തരംഗമായി മാറും. ശബ്ദതരംഗം വൈദ്യുത തരംഗമായി മാറുന്നു. ശബ്ദതരംഗം വൈദ്യുത തരംഗമായി മാറുന്നു. ശബ്ദതരംഗം വൈദ്യുത തരംഗമായി മാറുന്നു. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റിൽ ഒരു ബോക്സിൽ ചലിക്കും ചുരുൾ മൈക്രോഫോണിന്റെ പ്രവർത്തനം എന്നൊരു ബോക്സ് കാണും. അത് അതിലുള്ളതുകൊണ്ടാണ് ഞാൻ നോട്ടിലേക്ക് എഴുതാത്തത്. അതിന് ഇമ്പോർട്ടന്റ് എഴുതി കൊടുക്കും കേട്ടോ. അതിന്റെ നേരെ ഇമ്പോർട്ടന്റ് എഴുതി കൊടുക്കും. ഓക്കെ. അപ്പൊ ഇവിടുന്ന് എക്സാമിന് വരുന്ന ഒരു രീതി മനസ്സിലാക്കുക.
ഒരു മൈക്രോഫോൺ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിലപ്പോൾ അങ്ങനെ ചോദിച്ചോളണമെന്നില്ല. ഈ ചിത്രം തന്നിട്ട് മൈക്കിന്റെ ഭാഗം അടയാളപ്പെടുത്താൻ വേണ്ടി പറയാം. മിക്കവാറും ഇവിടുന്ന് വരാവുന്ന ഒരു ചോദ്യം, മൈക്കിന്റെ പ്രവർത്തന തത്വം എന്തായിരുന്നു? വൈദ്യുതകാന്തിക പ്രേരണ. വൈദ്യുതകാന്തിക പ്രേരണ. അപ്പൊ ഈ മൈക്ക് പ്രവർത്തിക്കുന്നതിലെ കുറെ ഘട്ടങ്ങളുണ്ട്. ആദ്യം എന്താണ്? മൈക്കിന്റെ മുന്നിൽ വെച്ച് ശബ്ദം ഉണ്ടാക്കണം. വേണം. ആ ശബ്ദം ഡയഫ്രത്തിൽ തട്ടണം. അപ്പൊ ഡയഫ്രം എന്ത് ചെയ്യണം? കമ്പനം ചെയ്യണം. ഡയഫ്രം കമ്പനം ചെയ്യുമ്പോൾ ചുരുള് കമ്പനം ചെയ്യും. ചുരുള് കമ്പനം ചെയ്യുമ്പോൾ വൈദ്യുത കാന്തിക പ്രേരണം നടന്നിട്ട് ശബ്ദതരംഗം വൈദ്യുത തരംഗമായി മാറും. ഇതാണ് ഇതിന്റെ ഘട്ടം. അപ്പോ ഈ സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. എങ്ങനെ തരും എന്ന് പറയും? ആദ്യം തരാണ് വോയിസ് കോയിൽ കമ്പനം ചെയ്യും. പിന്നീട് തരാണ് ശബ്ദ തരംഗം വൈദ്യുത തരംഗമായി മാറും. പിന്നെ തരാണ് ഡയഫ്രം കമ്പനം ചെയ്യും. പിന്നെ തരാണ് ശബ്ദം ഉണ്ടാവും. ഇത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ക്രമത്തിലാണോ? ആണോ? അല്ല. ഇങ്ങനെ ക്രമം തെറ്റിച്ച് തരും. നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയും? അതിനെ ക്രമത്തിൽ എഴുതാൻ പറയും. പറ്റുമല്ലോ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടുന്ന് മിക്കവാറും എന്ത് വരിക? ക്വസ്റ്റ്യൻ വരിക കേട്ടോ. അപ്പൊ ഇനി നോട്ട്ബുക്കിൽ നമുക്ക് ചെറിയൊരു സംഭവം എഴുതാനുണ്ട്. ചലിക്കും ചുരുൾ മൈക്രോഫോൺ എന്നൊരു സൈഡ് ഹെഡിങ് എഴുതുന്നു. ചലിക്കും ചുരുൾ മൈക്രോഫോൺ എന്നൊരു സൈഡ് ഹെഡിങ് എഴുതും. എന്നിട്ട് അതിൽ എഴുതാം ശബ്ദ സിഗ്നലുകളെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. 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 ഇനി നിങ്ങൾ ഇപ്പൊ ഞാൻ ഈ സ്ക്രീനിൽ വരച്ച പോലെ കോളം വരയ്ക്കുക. കുറച്ച് സ്പേസിൽ കോളം വരയ്ക്കുക. ആ കോളത്തിൽ 1, 2, 3, 4, 5, 6 ഞാൻ നമ്പർ ഇട്ടുണ്ട്. അത് ഞാൻ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്പർ ഇട്ടാണ്. നിങ്ങൾ നമ്പറൊന്നും ഇടണ്ട. നിങ്ങൾ അവിടെ എഴുതാനുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾ ഇതുപോലെ കോളം വരയ്ക്കുക. ആദ്യം എല്ലാവരും ഈ സ്ക്രീനിൽ കാണുന്ന പോലെ കോളം വരയ്ക്കുക. എല്ലാവരും കോളം. വരച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വരച്ചു കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞു. ഓക്കെ. ഇനി അവിടെ ഞാൻ 1 എഴുതിയ സ്ഥലത്ത് ഉപകരണം എന്ന് എഴുതാം. ഞാൻ 1 എന്നിട്ട് ആ സ്പേസിൽ നിങ്ങൾ എഴുതേണ്ടത് ഉപകരണം. ഓക്കെ. 2 എന്ന് ഞാൻ എഴുതിയ സ്ഥലത്ത് നിങ്ങൾ എഴുതേണ്ടത് ഭാഗങ്ങൾ.
ഓക്കെ. 3 എന്ന് ഞാൻ എഴുതിയ സ്ഥാനത്ത് നിങ്ങൾ എഴുതേണ്ടത് ഊർജമാറ്റം. ഊർജമാറ്റം. 4 എന്ന് ഞാൻ എഴുതിയോടത്ത് നിങ്ങൾ എഴുതേണ്ടത് പ്രവർത്തന തത്വം. പ്രവർത്തന തത്വം. പ്രവർത്തന തത്വം. ഓക്കെ. 5 എന്ന് ഞാൻ എഴുതിയോടത്ത് നിങ്ങൾ എഴുതേണ്ടത് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ. 5 എന്ന് എഴുതിയോടത്ത് എഴുതേണ്ടത് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ. 6 എന്ന് ഞാൻ എഴുതിയോടത്ത് എഴുതേണ്ടത് ചലിക്കും ചുരുൾ മൈക്രോഫോൺ. ചലിക്കും ചുരുൾ മൈക്രോഫോൺ. ചലിക്കും ചുരുൾ മൈക്രോഫോൺ. ഓക്കെ. റെഡി അല്ലേ? അല്ലേ? ഇനിയിപ്പോ എന്താ നോക്കുക നിങ്ങൾ? ഇപ്പൊ കോൾ എങ്ങനെയായി? ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ. അതിന്റെ നേരെ ആദ്യം എന്തെഴുതണം? ഭാഗങ്ങൾ എഴുതണം. അടുത്ത കോളത്തിൽ എന്തെഴുതണം? ഊർജമാറ്റം എഴുതണം. അടുത്ത കോളത്തിൽ എന്തെഴുതണം? പ്രവർത്തന തത്വം എഴുതണം. അപ്പൊ എഴുതിക്കോളി. ഭാഗങ്ങൾ എന്തൊക്കെയാ? കാന്തം, വോയിസ് കോയിൽ, ഡയഫ്രം. ശരിയല്ലേ? കാന്തം, വോയിസ് കോയിൽ, ഡയഫ്രം. കാന്തം, വോയിസ് കോയിൽ, ഡയഫ്രം. കാന്തം, വോയിസ് കോയിൽ, ഡയഫ്രം. അടുത്ത എന്താ? ഊർജമാറ്റം. എന്താ ഊർജമാറ്റം? സ്പീക്കറിലെ ഊർജമാറ്റം എന്താ? വൈദ്യുതോർജം ശബ്ദോർജം ആകുന്നു. വൈദ്യുതോർജം ശബ്ദോർജമാകുന്നു. വൈദ്യുതോർജം ശബ്ദോർജമാകുന്നു, അല്ലെങ്കിൽ യാന്ത്രികോർജം ആകുന്നു. വൈദ്യുതോർജം ശബ്ദോർജമാകും. വൈദ്യുതോർജം ശബ്ദോർജമാകും. അടുത്തത് പ്രവർത്തന തത്വം എന്താ? സ്പീക്കറിന്റെ പ്രവർത്തന തത്വം എന്താ? സ്പീക്കറിന്റെ പ്രവർത്തന തത്വം മോട്ടോർ തത്വം. സ്പീക്കറിന്റെ പ്രവർത്തന തത്വം മോട്ടോർ തത്വം. മോട്ടോർ തത്വം. ഓക്കെ. അപ്പൊ സ്പീക്കറിന്റെ കഴിഞ്ഞു. ഇനി അടുത്ത മൈക്കിൻ്റെത് എന്തൊക്കെയാ ഭാഗം? കാന്തം, വോയിസ് കോയിൽ, ഡയഫ്രം. കാന്തം, വോയിസ് കോയിൽ, ഡയഫ്രം. നമ്മൾ സ്പീക്കറിൽ എഴുതിയത് തന്നെയാണ് മൈക്കിലും എഴുതിയത്. ഒരേ ഭാഗം. കാന്തം, വോയിസ് കോയിൽ, ഡയഫ്രം. ഊർജമാറ്റം എന്താ? ശബ്ദതരംഗം, വൈദ്യുതരംഗം. ശബ്ദോർജം, വൈദ്യുതോർജം. ശബ്ദോർജം, വൈദ്യുതോർജം. ശബ്ദോർജം, വൈദ്യുതോർജം. പ്രവർത്തന തത്വം എന്താ? വൈദ്യുത കാന്തിക പ്രേരണം. വൈദ്യുത കാന്തിക പ്രേരണം. ഓക്കെ. ഇപ്പൊ നമ്മൾ എഴുതി വെച്ച ഈ ടേബിൾ എന്താ? എന്ത് ടേബിൾ അത്? എന്ത് ടേബിൾ അത്? സ്പീക്കറിനെയും മൈക്കിനെയും താരതമ്യം ചെയ്യുക. അതായത് അതിന്റെ സാമ്യതകളും അതിന്റെ വ്യത്യാസങ്ങളും ഒരുമിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ടേബിളാക്കി എഴുതി. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ താരതമ്യം വരും. നമ്മൾ ഒരേ സ്വഭാവമുള്ള ഉപകരണങ്ങളാണ് ഇതൊക്കെ, അല്ലെ? നോക്ക്, രണ്ടിനും ഉള്ള സാമ്യത എന്താ? ഒരേ ഭാഗങ്ങളാണ്. പക്ഷെ പ്രവർത്തന തത്വത്തിലും മാറ്റമുണ്ട്, ഊർജമാറ്റത്തിലും മാറ്റമുണ്ട്. അപ്പൊ ഏതാണ്ട് ഒരേ കാറ്റഗറിയിൽ വരുന്ന ഉപകരണങ്ങളാണ്. അതിനെ താരതമ്യം ചെയ്യാൻ വേണ്ടി പറയും. അതിനു വേണ്ടി ചെയ്താണ്. ഇവിടുന്ന് ഞാൻ നിങ്ങളോട് ഒരു സാങ്കല്പിക ചോദ്യം ചോദിക്കാം. ഉത്തരം പറയാതിരിക്കാം. ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് അയാളുടെ സ്പീക്കർ കേടായിപ്പോയി. അപ്പൊ ഇനി പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, സ്പീക്കർ കേടായി. അപ്പോഴാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടി പറഞ്ഞു ഇയാളോട്, അതിന് നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട, ഒരു മൈക്കിന് ഉള്ള ഭാഗങ്ങളും സ്പീക്കറിനുള്ള ഭാഗവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ സ്പീക്കർ കേടായാലും പ്രശ്നമല്ല, വേറെ ഒരു മൈക്ക് ഉണ്ടെങ്കിൽ ആ മൈക്ക് വെച്ചു കൊടുത്താൽ മതി, അത് സ്പീക്കറായി പ്രവർത്തിച്ചോളും എന്ന് പറഞ്ഞു. ഈ ഒരു സംഭവത്തില് അങ്ങനെ ഒരു സ്പീക്കറിന് പകരം മൈക്ക് സ്പീക്കറാക്കി ഉപയോഗിക്കാൻ കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായം
അഭിപ്രായം എന്ത്? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് പറയും? ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാരണം മൈക്കിനും സ്പീക്കറിനും ഒരേ ഭാഗമാണ്. ഒരാളെ സ്പീക്കർ കേടുന്നു, അപ്പൊ വേറൊരു മൈക്ക് എടുത്ത് വെച്ചോക്കെ സ്പീക്കറായിട്ട് വർക്ക് ചെയ്യണ്ടേ? കഴിയും എന്നാണ് ആര് പറഞ്ഞത്? ആരാ പറഞ്ഞത്? ആദിലാണോ? ആദിൽ ഷാ. വേറെ ആർക്കും അഭിപ്രായല്ലേ? കഴിയൂല. ലിയാനയെ പറഞ്ഞു കഴിയൂല. അവള് ചെയ്ത് നോക്കി മൈക്കുണ്ട്, കഴിയൂല പറഞ്ഞു. പിന്നെ കഴിയൂല എന്നാ റായിസ്യം പറഞ്ഞു. അപ്പോ ശരി. ഇനി ഞാൻ അതിന്റെ ആൻസർ ഇങ്ങനെയാണ് പറയേണ്ടത് കേട്ടോ. അതായത് ആൻസർ ഞാൻ പറയാം. അതായത് മൈക്കിനുള്ള ഭാവവും സ്പീക്കറിനുള്ള ഭാവവും ഒന്നാണ്. അതുകൊണ്ട് കഴിയൂല എന്ന് നമുക്കത് ഉറപ്പിക്കാൻ പറ്റൂല. കഴിയൂല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, കാരണം ഭാഗങ്ങൾ ഒന്നാണ്. അപ്പോ കഴിയൂല എന്ന് അങ്ങോട്ട് ഉറപ്പിച്ച് പറയില്ല. എന്നാൽ കഴിയുമെന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ ചെയ്തോക്ക് തന്നെ വേണം, എന്നാലേ കഴിയുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. കാരണം അത് വിജയിക്കും നമുക്കൊരു ഉറപ്പില്ല. കാരണം എന്താ? സ്പീക്കറിന്റെ ഡയഫ്രത്തിന്റെ അതേ ശക്തി, അതേ കപ്പാസിറ്റി മൈക്കിന്റെ ഡയഫ്രത്തിന് ഉണ്ടാവണമെന്നില്ലല്ലോ. സ്പീക്കറിന്റെ വലിയ ഡയഫ്രായിരിക്കും, മൈക്കിന്റെ ചെറിയ ഡയഫ്രായിരിക്കും. അതുപോലെ ചുരുളിന്റെ എണ്ണത്തിലും കപ്പാസിറ്റിയിലും മാറ്റമുണ്ട്, കാന്തത്തിന്റെ ശക്തിയിലൊക്കെ മാറ്റം ഉണ്ടാവും. മൈക്കിന് ചെറിയ കാന്താവും, സ്പീക്കറിന് വലിയ കാന്താവും. അതുകൊണ്ട് അതാണ് ഓക്കെ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, അല്ല എന്നും ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഉത്തരം എങ്ങനെ പറയേണ്ടത് അറിയുന്നത്? സാങ്കേതികമായി ഇത് ശരിയാണ് എന്ന് പറയാം. ശരിയാണ് അല്ലേ? സാങ്കേതികമായിട്ട് നമ്മൾ നിയമമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിയായിരിക്കും. പക്ഷെ പ്രായോഗികമായി വിജയിക്കണം എന്നില്ല. മനസ്സിലായോ? ഇതിന്റെ ഉത്തരം എങ്ങനെ എഴുതേണ്ടതെന്ന്? ഒറ്റ വാക്കിലെ ഉത്തരമല്ല, പറ്റും പറ്റൂല അങ്ങനെയല്ല പറയുന്നത്. സാങ്കേതികമായി ഇത് ശരിയായിരിക്കാം, പക്ഷേ പ്രായോഗികമായി ഇത് വിജയിക്കണം എന്നില്ല. വിജയിക്കൂല എന്നല്ല, വിജയിക്കണം എന്നില്ല. വിജയിക്കുകയാണെങ്കിൽ വിജയിച്ചോട്ടെ, നമുക്കൊരു ഉറപ്പില്ല. എന്നാ വിജയിക്കും നമുക്കൊരു ഉറപ്പില്ല, വിജയിക്കൂല എന്നും നമുക്ക് ഉറപ്പില്ല. ചിലപ്പോൾ ശരിയാവും, ചിലവത് റെഡിയാവും, ചിലത് റെഡിയാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം കേട്ടോ, ഞാൻ വെറുതെ ഒരു ചോദ്യം ഇട്ടതല്ല, പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ഇൻ കേസ് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ എഴുതേണ്ട മറുപടി സാങ്കേതികമായി ഇത് ശരിയാണ്, പക്ഷെ പ്രായോഗികമായി വിജയിക്കണം എന്നില്ല. വിജയിക്കൂല എന്ന് എഴുതരുത്, വിജയിക്കണം എന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? ഓക്കെയാണ് സാർ, മനസ്സിലായി. സാർ അപ്പൊ രണ്ടിന്റെ ഊർജ്ജമാറ്റ വ്യത്യാസമല്ലേ? മറ്റേ ശബ്ദോർജ്ജം മറ്റേ വൈദ്യുതോർജ്ജം ഉണ്ടാക്കുന്നത്. അത് മൈക്കായി ഉപയോഗിക്കുമ്പോഴല്ലേ ഊർജ്ജമാറ്റം, അത് സ്പീക്കറായി ഉപയോഗിക്കുന്ന നമ്മൾ പറയുന്നത്. അതിനെ മൈക്കിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുമ്പോഴല്ലേ ആ ഊർജ്ജമാറ്റം വരിക. അതിനെ സ്പീക്കറിന്റെ സ്ഥാനത്ത് ഉപയോഗിച്ചാൽ ആ ഊർജ്ജമാറ്റം അല്ലല്ലോ ഉണ്ടാവുക. ആണോ? അല്ല. അപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞത് ചലിക്കും ചുരുൾ മൈക്രോഫോണിനെ കുറിച്ചാണ്. മൈക്ക് പല ടൈപ്പും ഉണ്ട് കേട്ടോ. ഒരു ചലിക്കും ചുരുൾ മൈക്രോഫോൺ മാത്രമല്ല, നമ്മൾ ഏറ്റവും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മൈക്കൊക്കെ ഏതാണ്? ചലിക്കും ചുരുൾ മൈക്രോഫോൺ. പക്ഷെ എല്ലാ മൈക്കും അങ്ങനെയല്ല, അങ്ങനത്തെ അല്ലാത്ത മൈക്കും ഉണ്ട്. പക്ഷെ അതിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോവാം. പോവാം ചില മൈക്കുകളെ കുറിച്ച്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ ഇപ്പൊ കാണുന്നുണ്ട് കാർബൺ മൈക്രോഫോൺ. അതൊരു തരം മൈക്കാണ്, പക്ഷെ ചലിക്കും ചുരുൾ മൈക്രോഫോൺ അല്ല. ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എവിടെ അറിയോ? ടെലിഫോണിൽ ഒക്കെ ഉപയോഗിക്കുന്നത്, മൊബൈൽ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന മൈക്ക് ഏതാണ്? കാർബൺ മൈക്രോഫോൺ. ഇപ്പൊ നിങ്ങൾ കാണുന്നത് കപ്പാസിറ്റർ മൈക്രോഫോൺ എന്ന് പറയുന്ന സാധനം. ആരാണ് ഈ വർത്താനം പറഞ്ഞത്? പടപടപട ആരോ മൈക്ക് ഓണാക്കി വെച്ചു. സച്ചിന്റെ കരയിലാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് കപ്പാസിറ്റർ മൈക്രോഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ സാധാരണ ഈ കേൾവി കുറവുള്ള ആളുകൾക്ക് ശ്രവണ സഹായി ആയിട്ട് ചെവിയിൽ ഒരു സാധനം വെക്കണല്ലോ, അതിൽ ഉപയോഗിക്കുന്ന മൈക്കാണ് ഈ കപ്പാസിറ്റർ മൈക്രോഫോൺ എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇപ്പൊ നിങ്ങൾ കാണുന്നത് റിബൺ മൈക്രോഫോൺ എന്ന് പറയുന്ന സാധനം. ഇത് ഈ സ്പൈക്യാമിലൊക്കെയാണ് ഇത് വരുന്നത് അധികം. സ്പൈക്യാം ഒക്കെ അല്ലേ? സ്പൈക്യാം എന്ന് പറഞ്ഞാൽ അറിയോ? നമ്മള് ചെറിയ ക്യാമറ ആരും അറിയാതെ വെച്ചിട്ട് രഹസ്യമായിട്ടൊക്കെ പിടിക്കുന്ന ക്യാമറ ഒക്കെ അല്ലേ? അങ്ങനത്തേലൊക്കെയാണ് ഈ റിബൺ മൈക്രോഫോൺ ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന് സെറാമിക് മൈക്രോഫോൺ. ഇപ്പൊ നിങ്ങൾ കാണുന്ന സെറാമിക് മൈക്രോഫോൺ.
അത് വയർലെസ് ഒക്കെ കണ്ടില്ല നിങ്ങൾ, പോലീസുകാരൊക്കെ ഉപയോഗിക്കണേ അതുപോലത്തെ ഉപകരണങ്ങളിലാണ് എന്ത് ഉപയോഗിക്കുന്നത്, സെറാമിക് മൈക്രോഫോൺ ഉപയോഗിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോകും, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ. ഇത്രയാണ് മൈക്രോഫോണുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ഈ നമ്മളെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം എത്രാമത്തെ ചാപ്റ്റർ? എത്രാമത്തെ ചാപ്റ്ററാ? ആർക്കും അറിയില്ലേ? രണ്ട് പറഞ്ഞ ആരാ? മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. എന്താ ചാപ്റ്ററിന്റെ പേര്? വൈദ്യുതകാന്തിക പ്രേരണം. വൈദ്യുതകാന്തിക പ്രേരണം. വിക്ടേഴ്സിൽ ഇപ്പൊ എവിടെ എത്തി ക്ലാസ്? വിക്ടേഴ്സിൽ എവിടെ എത്തിയേ? താരമുണ്ടാത്ത വിക്ടേഴ്സിൽ എവിടെ എത്തി ക്ലാസ്? മ്യൂച്വൽ ഇൻഡക്ഷൻ തുടങ്ങി. ഏതാണ്ട് നമ്മളെ ഒപ്പം തന്നെയാണ്, ഏകദേശം വലിയൊരു മാറ്റമൊന്നുമില്ല. അപ്പൊ ഈ യൂണിറ്റിന്, ഈ മൂന്നാമത്തെ ചാപ്റ്റർ ശരിക്ക് പറഞ്ഞ 2 ഭാഗമുണ്ട്. അതിന്റെ ഫസ്റ്റ് ഭാഗം വൈദ്യുത കാന്തിക പ്രേരണം എന്ന തത്വം, അത് ഉപയോഗിക്കുന്ന ജനറേറ്റർ, അതിൻ്റെമായി ബന്ധപ്പെട്ട മ്യൂച്വൽ ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫോമർ, സെൽഫ് ഇൻഡക്ഷൻ, ഇൻഡക്ടർ, മൈക്രോഫോൺ. ഇതാണ് ഒരു ഭാഗം. ആ ഒരു ഭാഗം നമ്മളിപ്പോ പൂർത്തിയാക്കി. ഇനി ഇതില് വരുന്നത് മറ്റൊരു ഭാഗം, വൈദ്യുത കാന്തിക പ്രേരണത്തിന്റെ അല്ലെങ്കിൽ ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വേറൊരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ ഭാഗത്ത് വൈദ്യുത കാന്തിക പ്രേരണവുമായി ബന്ധപ്പെട്ട് ഇത്രയും നമ്മൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിലവിൽ ചോദിക്കാനുണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാൻ. എന്താ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി പറയുന്നു വേണ്ട, ചോദിക്കുന്നു വേണ്ട, ഉണ്ടെങ്കിൽ ചോദിച്ചാൽ. ഓക്കെ, ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ ബാക്കി പറയാം. ഇനി നമുക്ക് ഇതിൽ പറയാനുള്ളൊരു ഭാഗം എന്താ അറിയാം, നമ്മള് ഇപ്പൊ വൈദ്യുതി ഇഷ്ടംപോലെ ഉപയോഗിക്കണ്ടല്ലോ, എല്ലാവർക്കും വേണത്, ഇല്ലാതെ ഇപ്പൊ ആർക്കും പറ്റൂല. ഒരു വീടിന്റെ പണി കഴിഞ്ഞാല്, ഒരു ബിൽഡിങ്ങിന്റെ പണി കഴിഞ്ഞാല് പിന്നെ ചോദിക്കുക കറണ്ട് കിട്ടിയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു വീട് വെക്കാൻ നിങ്ങളൊരു സ്ഥലം വാങ്ങണം, കറണ്ട് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ ഇപ്പൊ ആർക്കും പറ്റുമോ? വാങ്ങോ? ഇല്ല. എല്ലാവർക്കും വൈദ്യുതി വളരെ അത്യാവശ്യമാണ്. എന്താപ്പോ അതിന് മാത്രമുള്ള ഗുണം എന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയാം, വൈദ്യുതി ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മളെ അധ്വാനവും സമയമൊക്കെ ലാഭമാണ്. അപ്പൊ എല്ലാവർക്കും ഇത് വേണം. ഇത് കുറച്ചേരം ഇല്ലാതായാലാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം, അല്ലെ? ഈ പറയുന്ന ഒരു സുഖമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം പ്രളയം ഉണ്ടായത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്? 5-6 ദിവസമൊക്കെ നമ്മളെ ഈ ഏരിയയിലൊക്കെ കറണ്ട് പോയി. കറണ്ട് ഒരു 5-6 ദിവസം വന്നില്ല. അന്നൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം നമ്മളൊരു പ്രയാസം. അത്രയും നമ്മൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയി നിൽക്കുന്ന ഒരു ഫോം ഓഫ് എനർജി. നിങ്ങൾക്ക് ഒരു 5-6 മണിക്കൂർ കറണ്ട് ഇല്ല, 5-6 ദിവസം പോട്ടെ, 5-6 മണിക്കൂർ കറണ്ട് ഇല്ലെങ്കിൽ തന്നെ വീട്ടിലുണ്ടാവുന്ന പ്രയാസം അറിയാലോ. കറണ്ട് ഓഫീസ്ക്ക് വിളിച്ചങ്ങ ചോദിക്കുക, എന്താ കറണ്ട് രാത്ത് ഇനി വന്നില്ലെങ്കിൽ ഓല വിളിച്ച് ചീത്തറിയും, ചൂടാവും. എന്നിട്ട് അവസാനം ഒരു ഫോൺ എത്തിക്കും, കറണ്ട് ഓഫീസ് പോയി ചീത്തറിയും. ഇങ്ങനൊക്കെ നാട്ടിൽ സാധാരണ നടക്കണം. ഈ നമ്മൾ പറയാ നമ്മളെ എല്ലാ ഊർജത്തിന്റെയും സ്രോതസ് ഏതാ? സൂര്യനാണ്, അല്ലേ? സൂര്യനാണ് അല്ലേ? ആണ്. വൈകുന്നേരം ഒരു 6:30, ഇപ്പത്തെ കാലത്ത് വൈകുന്നേരം ഒരു 6:30 മണിയായാൽ പിന്നെ നിങ്ങൾ സൂര്യനെ കാണും? ഇല്ല. പിന്നെ കാണപ്പോളാ പിറ്റേന്ന് രാവിലെ, അല്ലേ? പിറ്റേന്ന് രാവിലെ കാണാം. ഇപ്പൊ രാത്രി ഒരു 12 മണിക്കൂർ നമ്മുടെ അടുത്ത് സൂര്യനില്ല. നമുക്കൊക്കെ ഊർജം തരുന്ന, വെളിച്ചം തരുന്ന, എല്ലാ ഊർജം തരുന്ന സൂര്യനെ ഒരു 10-12 മണിക്കൂർ കാണാതായിട്ട് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ? എന്താ ഇപ്പൊ സൂര്യൻ രാവിലെ വരുവാവലെ, വെന്നിയിലേക്ക് ഇപ്പൊ എന്താ കാട്ടുക? അങ്ങനെ എന്തെങ്കിലും തോന്നി നിങ്ങൾക്ക്? വല്ല വേജാറും തോന്നില്ല സൂര്യനെ കാണാൻ രാത്രി? അല്ല, ഉറപ്പാണ്. ഞാൻ അഥവാ വരാൻ നേരം വൈകിയാലോ? ഇപ്പൊ ഉറപ്പ് പറഞ്ഞാൽ നമ്മളാണ് ഉറപ്പിച്ചല്ലോ ഇപ്പൊ ഇത്.
ഇനി അഥവാ എന്തേലും അങ്ങനെ അല്ല, നമ്മൾക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ട്. എന്നാലും ഈ സാധനം കാണാനായിട്ട് നമുക്ക് ബേജാറൊന്നും ഇല്ലല്ലോ. ബേജാറൊന്നും ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. നമ്മളെ ആഗ്രഹം ശരിക്കും എന്താ പറയുക, സൂര്യൻ കുറച്ചേരം കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി അല്ലേ രാവിലെ. എന്നാ അത്രയും ഉറങ്ങാലോ. അതാ ഞാനൊരു താരതമ്യത്തിന് വേണ്ടി പറഞ്ഞു. എന്നാല് രാത്രി ഒരു 5 മണിക്കൂർ 10 മണിക്കൂർ കറണ്ട് ഇല്ലെങ്കിൽ നമ്മളെ അഭിപ്രായം എങ്ങനെയാണോ? അതിപ്പോ എന്തായാലും വരും, അങ്ങനെയാണോ? അതിപ്പോ എന്തായാലും വരികക്കാരം, വരുമ്പം വരട്ടെ. അങ്ങനെയല്ലല്ലോ. എന്താ വരാത്ത് ഇപ്പത്തെ കറണ്ട് എപ്പം പോയിന് അങ്ങ് പറഞ്ഞ് അതിനെ കുറിച്ച് ചർച്ച. അത് വലിയ വിഷയം. പിന്നെ രാവിലെ ടാങ്കിൽ വെള്ളം ഉണ്ടാവില്ല, ഉള്ള വെള്ളം ഉപയോഗിച്ചാല് പൈപ്പ് കറണ്ട് ഇല്ല, ഇന്നലെ പോയതാ കറണ്ട്, ഞാൻ നാളെ വരുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞാല് ടാപ്പൊക്കെ തുറന്ന് അപ്പം കിട്ടും മരം ചീത്ത. കുറച്ച് വെള്ളം ഉപയോഗിച്ചു, അങ്ങനെ ആയിക്കും ഭയങ്കര ഇങ്ങനെ ഒരുപാട് ചൊറകളൊക്കെ ഉണ്ടാവും പറയും. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് സൂര്യൻ, അത് നമുക്ക് പ്രശ്നമല്ല. പക്ഷെ കറണ്ട് ഇല്ലാതാവുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. സാറേ സൂര്യ കറക്റ്റ് സമയത്ത് പോയി പിന്നെ കറക്റ്റ് വരുന്നുണ്ട്. കറണ്ട് അങ്ങനെയല്ലേ, എപ്പോഴെങ്കിലും പോണതുള്ളൂ. ആയിക്കോട്ടെ, ഞാനൊരു താരതമ്യം പറഞ്ഞേ ഉള്ളൂ. ഞാനത് രണ്ടും ഒന്നാന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞല്ല. പിന്നെ ഞാൻ നമ്മളെ മനോഭാവം പറഞ്ഞേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോ പിന്നെ അങ്ങനെയൊക്കെയാണ് നമുക്ക് വൈദ്യുതി. അപ്പൊ ഈ ഇങ്ങനെ നോക്കി എത്ര ലക്ഷം വീടുണ്ടാവും കേരളത്തിൽ മാത്രം. കേരളം എടുക്കുക, എത്രയോ ലക്ഷം വീടുകളുണ്ട്, എത്രയോ ലക്ഷം കെട്ടിടങ്ങള്, കടകള്, ഹോസ്പിറ്റലുകള്, ഫാക്ടറികള്, വ്യവസായശാലകള്, സ്കൂളുകള്, എന്തൊക്കെ സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ ഒക്കെ എന്തുപയോഗിക്കുന്നുണ്ട്? വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എത്രമാത്രം വൈദ്യുതി ഒരു ദിവസം നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടാവും, അത് ആലോചിച്ചിട്ടുണ്ടാവും? ഉണ്ടാക്കുന്നോണ്ടല്ലേ നമുക്ക് കിട്ടുന്നത്. വൈദ്യുതി ഉണ്ടാക്കുന്നത് ആരാണ്? ജനറേറ്ററാണ് അല്ലേ? ജനറേറ്ററാണ്. അപ്പോ ഇതിനു മാത്രം വൈദ്യുതി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതിനു മാത്രം വൈദ്യുതി ഉണ്ടാക്കും വേണ്ടേ? വേണം. ഈ വൈദ്യുതി എവിടുന്നാണ് ഉണ്ടാക്കുന്നത്? ആ വൈദ്യുതി ഉണ്ടാക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് പവർ സ്റ്റേഷൻ എന്ന് പറയും. വൈദ്യുതി ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങൾക്ക് പറയുന്ന പേരാണിത് പവർ സ്റ്റേഷൻ. നിങ്ങൾ ഏതെങ്കിലും പവർ സ്റ്റേഷൻ കണ്ടോ? ഇല്ല, മൗനം. ഇല്ല, കണ്ടിട്ടില്ല. ഏതെങ്കിലും പവർ സ്റ്റേഷന്റെ എവിടെയായിരിക്കും ഈ പവർ സ്റ്റേഷൻ ഉണ്ടാവുക? അതറിയോ? ഇടുക്കിയിലുണ്ട്. ഡാമിന്റെ അടുത്തുണ്ട്, ഇടുക്കിയിലുണ്ട്, അങ്ങനൊക്കെ ഉണ്ട്. അപ്പോ കുറെ ആളുകൾക്ക് അറിയാം, വെള്ളത്തിന്ന് കറണ്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, വെള്ളത്തിന്ന് ഡാമിന്ന് കറണ്ട് ഉണ്ടാക്കും പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെ കറണ്ട് അറിയുമ്പോക്ക് വെള്ളം, ഡാം, അങ്ങനെയൊക്കെ നമ്മളൊരു ധാരണ വരുന്നുണ്ട്. തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, അങ്ങനൊക്കെ ഒരു ധാരണ വരുന്നു. ഉണ്ട്. അതായത് ഞാൻ പറയാം, വൈദ്യുതി ഉണ്ടാക്കുന്നത് ജനറേറ്റർ കൊണ്ടാണ്. എവിടെയും വൈദ്യുതി ഉണ്ടാക്കുന്ന യന്ത്രം ഏതാണ്? ജനറേറ്റർ. ഒരു ജനറേറ്റർ പ്രവർത്തിക്കണമെങ്കിൽ അതിലൊരു കാന്തവും ഒരു ആർമേച്ചറും ഉണ്ട്. അത് മാത്രം പോരാ, അതിലെന്ത് വേണം? ചലിപ്പിക്കണം. വേണ്ടേ? ചലിപ്പിക്കണമെങ്കിൽ എന്ത് ഊർജം വേണം? യാന്ത്രികോർജം വേണം. ചലിപ്പിക്കണമെങ്കിൽ യാന്ത്രികോർജം വേണം. അപ്പൊ ഒരു പവർ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ വലിയ അളവിൽ ലക്ഷക്കണക്കിന് വാട്ട്സ് വൈദ്യുതി ഉണ്ടാക്കുന്ന സ്ഥലമാണ് പവർ സ്റ്റേഷൻ. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ജനറേറ്ററിനെ കുറിച്ച് പറയാം, വലിയ ജനറേറ്റർ ആയിരിക്കും. നിങ്ങൾ കണ്ട നിങ്ങളെ സങ്കല്പത്തിലുള്ള ജനറേറ്റർ അല്ല, വലിയ പടുകൂറ്റൻ ജനറേറ്റർ ആണ് എവിടെ ഉണ്ടാവുക? പവർ സ്റ്റേഷനിൽ ഉണ്ടാവുക. അപ്പൊ അത് പ്രവർത്തിക്കണമെങ്കിൽ ചെറിയ യാന്ത്രികോർജം മതിയാവോ? പോരാ, വലിയ അളവിൽ യാന്ത്രികോർജം കിട്ടും. അപ്പോ യാന്ത്രികോർജം കിട്ടാൻ എളുപ്പമല്ല, അത് ചില്ലറ സംഭവമല്ല. ജനറേറ്റർ ഉണ്ടാക്കലല്ല പ്രയാസം, ആ ജനറേറ്ററിനെ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ യാന്ത്രികോർജം കിട്ടലാണ് പ്രയാസം. അത് എളുപ്പമല്ല, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്ര മോസ്റ്റ് അവൈലബിൾ അല്ല മെക്കാനിക്കൽ എനർജി, യാന്ത്രികോർജം. അപ്പൊ പലപ്പോഴും നമ്മളെ നാട്ടിൽ പവർ കട്ട് ഉണ്ടാവലുണ്ട്. അതൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല.
വൈദ്യുതി 1 മണിക്കൂർ പോവുക, അരമണിക്കൂർ പോവുക, 2 ദിവസം 2 മണിക്കൂർ പോവുക, അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട്. ലോഡ് ഷെഡിങ്, പവർ കട്ട് എന്നൊക്കെ പറയും. അത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് അറിയുന്നത്? ജനറേറ്റർ ഇല്ലാത്തതുകൊണ്ടല്ല. ഈ ജനറേറ്ററുകളെ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ യാന്ത്രികോർജം ചിലപ്പോൾ നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല, തികയൂല. അപ്പോഴാണ് പവർ കട്ടൊക്കെ വരുന്നത്. അപ്പൊ ഒരു വൈദ്യുതി ഉണ്ടാക്കണമെങ്കിൽ അതേപോലെ നമുക്ക് എന്ത് വേണം? യാന്ത്രികോർജം വേണം. ഈ യാന്ത്രികോർജം കൂടി കിട്ടിയെങ്കിലേ പവർ സ്റ്റേഷൻ പൂർത്തിയാവുള്ളൂ. അപ്പൊ നമ്മൾ എവിടുന്നാണ് ഈ യാന്ത്രികോർജം കിട്ടുക? ഈ യാന്ത്രികോർജം കിട്ടാൻ പല വഴിയും, ഒരുപാട് മാർഗങ്ങളുണ്ട്. ഈ യാന്ത്രികോർജത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോ യാന്ത്രികോർജം എവിടുന്നാണ് കിട്ടുക എന്നുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ പവർ സ്റ്റേഷനുകളെ പല വിഭാഗമായി തിരിച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. പവർ സ്റ്റേഷനുകളുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയാം. ജസ്റ്റ് ഒരു കാര്യം മാത്രമേ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിൽ എന്താണ് പവർ സ്റ്റേഷൻ? വലിയ അളവിൽ വൈദ്യുതി ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങൾക്കാണ് എന്ത് പറയാ? പവർ സ്റ്റേഷൻ എന്ന് പറയാം. പവർ സ്റ്റേഷനെ നമ്മൾ പല വിഭാഗങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ?